പ്രൈസ് ലോർഡ്. തുടർന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ കർത്തദാസിനുള്ള യാത്രോപകരണം ക്രമീകരിച്ചിരിക്കാവുന്നല്ലോ. തുടർന്നുള്ള മീറ്റിങ്ങിൻ്റെ ഷെയർ ചെയ്യാൻ വേണ്ടി പ്രിയ സായുമ്പ തന്നെ ക്ഷണിച്ചുകൊള്ളു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നും വിവിധ ചർച്ചകളിൽ നിന്നുമൊക്കെ ബൈബിൾ സ്കൂളിനോടനുബന്ധിച്ചുമൊക്കെ കടന്നു വന്ന പ്രിയപ്പെട്ടവർ, സൺഡേ സ്കൂളും അതിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാം ദൈവനാമത്വത്തിനായി തീരുവാൻ ദൈവം സഹായിക്കുന്നതിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ആരാധനയ്ക്ക് ശേഷം കർത്താവേ, പ്രിയ ദേവദാസനുടെ സെൻറ് ഓഫിനോടുള്ള കർത്താവേ ഹായിപ്പാൻ ഞങ്ങളെ സഹായിച്ചവൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തെടുപ്പാൻ ദൈവമേ ഞങ്ങളേവരെയും അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദേവദാസനെ കുടുംബത്തെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരായിരിക്കുന്ന മണ്ഡലങ്ങളെല്ലാം കൂടി എന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ എല്ലാ ആവശ്യങ്ങളും എല്ലാം അറിഞ്ഞ് കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളാ നിറച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കുകയായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതുമായിട്ട് വേറെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. സന്നിധി
അടുത്തതായിട്ട് സാംസ് റീഡിംഗ് ആണ്. അതിനായിട്ട് ബ്രദർ ജോർജ് കുട്ടി ക്ഷണിച്ചു വിടുന്നു. സങ്കീർത്തനം 121 നമുക്ക് വായിക്കാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ കൊണ്ട് നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. താങ്ക്സ് ബ്രദർ. തുടർന്ന് ഇൻട്രൊഡക്ഷൻ സ്പീക്കാണ്. അതിനായിട്ട് ബ്രദർ ജിജി കുര്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. സന്നിധാനിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ബ്രദർ സൈമൺ മാത്യു, പ്രിയ കർത്താവദാസൻ, എൻ്റെ കുടുംബം, ഇതര സഭകളിൽ നിന്ന് കടന്നു വന്ന പ്രിയ ദൈവമക്കൾ ഏവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മോടൊപ്പം ആയിരുന്ന് നമ്മെ സ്നേഹിക്കുകയും ദൈവിക ശിക്ഷണത്തിൽ നമ്മളെ പരിപാലിക്കുകയും കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവിക ശുശ്രൂഷകൾ നിർവഹിച്ച നമ്മുടെ സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ തോമസിനും കുടുംബത്തിനും സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകുവാനുമാണല്ലോ നാം ഇവിടെ കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവകൃപയാൽ 2001 ഓഗസ്റ്റ് മാസം ഈ മരുഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭ സമ്മിശ്രങ്ങളാകുന്ന അനുഭവങ്ങൾ കൂടി കടന്നു പോവുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകാലം ദൈവസഭയുടെ സുവർണകാലമെന്ന് വിശേഷിപ്പിക്കത്തക്ക രീതിയിൽ ദൈവം പാസ്റ്റർ ജോൺ തോമസിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവസഭയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി ദൈവം സഭയുടെ അതിരുകളെ വിശാലമാക്കി. ഈ ഭൂമിയിൽ IPC ഫേസിൻ്റെ ദൈവസഭയെ പോലെ ഇത്രയും ഭാഗ്യം ലഭിച്ച മറ്റൊരു സഭയുണ്ടോ എന്നുള്ളത് ഒരു അതിശയോക്തിയല്ല. പുതിയ നിയമത്തിലെ ഭൂരിഭാഗം പുസ്തകങ്ങളും ദൈവസഭയിൽ ദൈവദാസൻ ക്രമീകൃതമായി ദൈവജനത്തെ അഭ്യസിപ്പിച്ചു. ദൈവജനം കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വളരണമെന്നും ഈ ഭൂമിയിലുള്ളതല്ല ഉയരത്തുള്ളത് തന്നെ അന്വേഷിക്കണമെന്നും നിത്യയുടെ വെളിച്ചത്തിൽ ഇവിടെ ജീവിക്കണമെന്നും കർത്താവിൻ്റെ സ്വരൂപത്തോടെ അനുവരായി തീരണം എന്നും ജീവിത വിശുദ്ധിയിലും ദൈവിക സംതൃപ്തിയുമുള്ളവരായിരിക്കണമെന്നും നാം ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ നിത്യതയിൽ കാണണമെന്നുള്ള ആ ദർശനത്തോടും കാഴ്ചപ്പാടോടും കൂടി കർത്താവിൻ്റെ ദാസൻ ദൈവസഭയിൽ ക്രൂശിക്കപ്പെട്ടനായ കർത്താവിനെ ഉയർത്തി കാണിച്ചു കൊണ്ട് കർത്താവിനെ ശുശ്രൂഷിച്ചു. നോഹയുടെ പെട്ടകം അരാറത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ദൈവസഭ തിരുവന സത്യങ്ങളെ ആഴമായി ഗ്രഹിച്ച് ദൈവനത്തിൽ ഉറയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തു. 2015 കർത്തദാസൻ്റെ ജീവിതത്തിൽ നേരിട്ട കഠിനമായ ശോധനയിലും പതറിപ്പോകാതെ ജീവിതത്തിലുണ്ടായ വേദനകളെ കടിച്ചമർത്തിക്കൊണ്ട് ആത്മനിറവോടും പൂർവാധികം ശക്തിയോടും ദൈവ ശുശ്രൂഷ ചെയ്തത് ഈ അവസരത്തിൽ സ്മരിക്കുകയും ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും ദൈവജനം പതറിപ്പോകാതെ ദൈവനാമോഹത്തിനായി നിലകൊള്ളണമെന്നുള്ള സന്ദേശം ദൈവസഭയ്ക്ക് തന്നിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. പ്രിയ സിസ്റ്റർ മഞ്ജു ജോണും ദൈവസഭയിൽ മാതൃകപരമായി ഉത്സാഹത്തോടും കർത്തദാസനോട് ചേർന്ന് ദൈവസഭയ്ക്ക് ചെയ്ത ശുശ്രൂഷയുടെ നന്ദിയോടെ ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. ദൈവസഭയുടെ കഴിഞ്ഞ ചരിത്രത്തിൽ നിന്ന് ദൈവജനത്തിൻ്റെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കത്തക്കവണ്ണം കർത്തദാസനോടൊപ്പം ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്ത് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ട സിസ്റ്റർ ഷൈനി ജോണിൻ്റെ സേവനത്തെയും ഈ അവസരത്തിൽ ഞങ്ങൾ സ്മരിച്ചുകൊള്ളുന്നു. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളോട് ദൈവജനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളോട് സത്യവചനം പ്രസംഗിച്ച് നമ്മളെ നടത്തിയ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഈ തലമുറയിൽ കർത്താവിന് ഹിതമാകും വണ്ണം തുടർന്നും ശുശ്രൂഷ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വേർപിരിയൽ നമുക്ക് വേദനാജനകം എങ്കിലും സകലം കർത്താവിൻ്റെ അറിവോടും നിയോഗത്തോടും കൂടെ സംഭവിക്കുന്നതിനാൽ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകളെ നമുക്ക് പിന്തുടരാം. ദൈവസഭയുടെ എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്തിൽ ദേവദാസനും കുടുംബത്തിനും നേരുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് സകല മാനവും മഹത്വവും ദൈവപാദപീഠത്തിങ്കിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് വേഗം വരുന്നു. താങ്ക്സ് ജിജി ബ്രദർ. അടുത്തതായിട്ട് കോംപ്ലിമെൻ്ററി സ്പീച്ചാണ് ചർച്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബ്രദർ മോനച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സൈമൺ ചായൻ, വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ, സെക്രട്ടറി ജിചായൻ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മോടൊപ്പം ഈ IPC ഫെയ്ത്ത് സെൻ്ററിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിപ്പാൻ, ഒരു ശുശ്രൂഷൻ എന്ന നിലയിൽ നമ്മെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിപ്പാൻ കർത്താവിൻ്റെ ദാസൻ കാണിച്ച സന്മനസ്സിന് ഉള്ള സ്നേഹവും സന്തോഷവും നന്ദിയും ഈ അവസരം അറിയിച്ചുകൊള്ളുന്നു. തീർച്ചയായിട്ടും വേറൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോഴേ ഒരുപക്ഷേ നമുക്ക് പ്രയാസം ഒക്കെ ഉണ്ടാകും. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ അനുഭവിച്ച ഈ ദൈവിക സന്തോഷം, ഈ സമാധാനം, ദൈവവചനത്തിലുള്ള സന്തോഷം തീർച്ചയായിട്ടും നമ്മെപ്പോലെ സമസൃഷ്ടികളായ അനേകരും അതിൻ്റെ ഭാഗമാകുവാനായിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ മധ്യത്തിലേക്ക് അനേകരെ വീണ്ടും നേടുവാനായിട്ടാണ് കർത്താവിൻ്റെ ദാസൻ വേറെ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത്. ഈ അവസരം കർത്താവിൻ്റെ പോകുന്ന വഴിയിൽ എവിടെയായിരുന്നാലും തീർച്ചയായിട്ടും ആയിരിക്കുന്ന ഇടത്ത് ദൈവം വളരെ കൃപയിൽ കർത്താവിൻ്റെ ദാസനെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഇത്രയും കാലം നമ്മോടൊപ്പം ആയിരിക്കാൻ തൻ്റെ വചനത്തിലുള്ള അഗാധമായ പാണ്ഡിത്യവും തന്നെയുമല്ല, നാം ഏവരോടും ഒരു കുടുംബത്തിലെ അംഗത്തിന് എന്ന പോലെ നമ്മോടൊപ്പം എല്ലാവരോടും ഒരുപോലെ സഹകരിപ്പാനായിട്ട് കർത്താവിൻ്റെ ദാസനെ സഹായിച്ചു. അതിനുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും ആശംസയും ഈ അവസരം കർത്താവിൻ്റെ ദാസനെ അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ പ്രിയ മഞ്ജു സിസ്റ്റർ കർത്താവിൻ്റെ ദാസൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും, എല്ലാ പ്രവർത്തന മേഖലകളിലും, അത് സുവിശേഷാഘോഷണത്തിലെ ഹൗസ് വിസിറ്റിംഗ് എല്ലാത്തിലും തുടർന്നും ഒരു നല്ല സപ്പോർട്ടായിട്ട് തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ സഭയുള്ള പ്രാർത്ഥനയും ആശംസയും അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ പ്രിയ മകനും പ്രിയ മകളും യഥാർത്ഥമായി ദൈവമക്കളായി തീർന്ന് കർത്താവിൻ്റെ സാക്ഷികളായി യഥാർത്ഥ അതായത് ദൈവത്തെ അവർ മറ്റുള്ളവർക്ക് മാതൃകളുടെ കുഞ്ഞുങ്ങളായി വളരുവാൻ, അവരുടെ വിദ്യാഭ്യാസം, ഭാവി ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ദൈവസഭയും പ്രാർത്ഥിപ്പാനായിട്ട് കടംപെട്ടിരിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും സന്തോഷവും ആശംസയും ഈ അവസരം അറിയിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഒരുപക്ഷെ കർത്താവിൻ്റെ ദാസന് ഇപ്പോൾ ഇവിടുന്ന് കടന്നു പോകുന്നെങ്കിൽ തന്നെയും ഈ ബന്ധം ഒരിക്കലും ഈ IPC ഫെയ്ത്ത് സെൻ്ററും കർത്താവിൻ്റെ ദാസനുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഇവിടെ വെച്ച് തീരുന്നതല്ല, മറിച്ച് അത് നിത്യത വരെയുമുള്ള ഒരു സ്നേഹബന്ധം തന്നെയാണ് നമ്മൾ ഈ IPC ഫെയ്ത്ത് സെൻ്ററും കർത്താവിൻ്റെ ദാസനും തമ്മിൽ. തീർച്ചയായിട്ടും അതുവരെയും കാത്തു സൂക്ഷിപ്പാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനയും അദ്ദേഹത്തെയും കുടുംബത്തെയും അറിയിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക്സ് മോനച്ചമ്മദ്. അടുത്തതായിട്ട് മെൻസ് മീറ്റിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ ബ്രദർ ജെയിംസ് കുട്ടി യോഹന്നാനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട പാസ്റ്റർ ജോൺ തോമസ് കുടുംബം, അധ്യക്ഷൻ സൈമൺ അച്ചാൻ, സന്നിഹിതരായിരിക്കുന്ന പ്രിയ ദൈവമക്കൾ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 10 വർഷങ്ങളിലായി ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വളരെ വിശ്വസ്തയോടെയും സത്യസന്ധമായും തനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് അനുസരിച്ച് നിർവഹിച്ച് ദൈവം തന്നെ അയക്കുന്ന മറ്റൊരിടത്തേക്ക് കടന്നു പോകുന്ന പാസ്റ്റർ ജോൺ തോമസ് അവറുകളെ യാത്ര അയക്കുന്നതാണല്ലോ നമ്മൾ വിശേഷാൽ ഇവിടെ കൂടിയിരിക്കുന്നത്. തദ്വസരത്തിൽ
ബ്രദേഴ്സ് മീറ്റിങ്ങിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആശംസിക്കാനാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ബ്രദേഴ്സ് മീറ്റിംഗ് മാസത്തിൽ ഒരു ദിവസം ഈ ഹാളിൽ കൂടി വന്ന് വിവിധ വിഷയങ്ങൾക്ക് മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ ചെറിയ പ്രവർത്തനത്തെ സഭയുടെ പാസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഈ അവസരത്തിൽ സഹോദരന്മാരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തെ അറിയിക്കുന്നു. 1 തിമോഥെയോസ് 5:17 അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക എന്ന്. ആ ദൈവവചന പ്രകാരം വിരമിക്കുന്ന പ്രിയ പാസ്റ്റർ ജോൺ തോമസ് തീർച്ചയായും ഇരട്ടി മാനത്തിന് യോഗ്യനാണ്. മലയാള പെന്തക്കോസ് ചരിത്രത്തിലെ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഇരുണ്ട ഒരു കാലയളവെന്ന് വേണമെങ്കിൽ 1995, 2015 2 ദശകങ്ങൾ നമുക്ക് പറയാം. ഇതിൻ്റെ ആദ്യ പകുതിയിൽ അവിടങ്ങളിലായി ദുരുപദേശങ്ങളും ദുരാചാരങ്ങളുമായി ന്യൂ ജനറേഷൻ ക്രിസ്തീയ നാമധേയ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഗ്രേസ്, ബ്ലസ്, ഫയർ, പവർ, ഫീസ്റ്റ്, സ്പിരിറ്റ് തുടങ്ങി വാക്കുകൾ അടങ്ങുന്ന രോമാഞ്ചം കൊള്ളിക്കുന്ന പേരുകൾ ജനത്തെ ഹഠാതാകർഷിച്ചു. കടുത്ത വേർപാടും വിശുദ്ധിയും നിഷ്കർഷിക്കപ്പെട്ട പരമ്പരാഗത പെന്തക്കോസ് സഭകളെ വിട്ട് ഒരു വലിയ കൂട്ടം പുതിയ വിശ്വാസികൾ ഈ കൾട്ട് ഗ്രൂപ്പുകളിലേക്ക് ഒഴുകി. അത് വലിയ കൂട്ടങ്ങളായി മാറി. വലിയ ഉണർവുകളാണെന്ന് തെറ്റിദ്ധരിച്ച് സത്യവിശ്വാസികളിൽ പലരും ശരിയും തെറ്റും തിരിച്ചറിയാൻ വയ്യാതെ ഉഴലാൻ തുടങ്ങി. എന്നാൽ ദൈവം പല സ്ഥലങ്ങളിലായി സത്യവചനം പഠിപ്പിക്കുന്നവരെ എഴുന്നേൽപ്പിച്ചു. അക്കൂട്ടത്തിൽ 2009 പാസ്റ്റർ ജോൺ തോമസ് ഇവിടെ നിയുക്തനാകുകയും ആധികാരികമായി ദൈവവചനം പഠിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വേദപഠന ക്ലാസുകൾ നമുക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സത്യാന്വേഷികൾക്ക് വലിയ വഴികാട്ടിയായി. ഇനിയും അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ദൈവം നൽകിയിരിക്കുന്ന ദൈവകൃപ അനേകർക്ക് പ്രയോജനപ്രദമാകുവാൻ ഇടയാകട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് 1 തെസ്സലോനിക്കർ 5:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത്തരത്തിൽ ദൈവസഭ വരും കാലങ്ങളിലും അദ്ദേഹത്തെ വളരെ സ്നേഹത്തിൽ വിചാരിപ്പാൻ തക്കോണം ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന വാക്യം വായിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഞാൻ വിരമിക്കട്ടെ. വെളിപ്പാട് 22:21 വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ കർത്തദാസൻ പാസ്റ്റർ ജോൺ തോമസിനോടും കുടുംബത്തോടും കൂടെ എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. താങ്ക്സ് ജെയ്സ് കുട്ടി ബ്രദർ. അടുത്തതായിട്ട് PYPയുടെ ആഭിമുഖ്യത്തിൽ ബ്രദർ ജെയ്സൺ ജേക്കബിനെ ക്ഷണിച്ചുള്ളൂ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ചെയർ ചെയ്യുന്ന പ്രിയ സൈമൺ അച്ചായൻ, ബഹുമാന്യായ പാസ്റ്റർ ജോൺ തോമസ് പാസ്റ്ററും കുടുംബവും, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന കർത്തദാസൻ്റെ ഫെയർവെല്ലിനോടനുബന്ധിച്ചുള്ള മീറ്റിങ്ങിലാണല്ലോ നമുക്ക് കടന്നു വന്നിരിക്കുന്നത്. PYPയുടെ നാമത്തിലുള്ള ആശംസകൾ അറിയിക്കുവാനാണ് എന്നെ നിയോഗിതനാക്കിയിട്ടുള്ളത്. ഒരു സഭയിലെ യുവാക്കളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വ്യക്തി ആ സഭയിലെ ശുശ്രൂഷകൻ തന്നെയാണ്. കഴിഞ്ഞ 10 വർഷക്കാലം സകല മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ള ഒരു ശുശ്രൂഷകൻ്റെ ദൗത്യം നമ്മുടെ സഭയുടെ യുവാക്കളോടുള്ള ബന്ധത്തിൽ ഏറ്റവും അനുഗ്രഹമേറിയ നിലയിൽ പൂർത്തീകരിക്കുവാൻ കർത്തദാസന് ദൈവം കൃപ നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ദോഹയിലെ ഒരു ദൈവശബ്ദം എന്നുള്ള നിലയിൽ തന്നെ കർത്തദാസൻ ഈ സഭയിൽ ശുശ്രൂഷിക്കുകയും ഈ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുവാനും ഇടയായിത്തീർന്നു. അത് ഈ സഭയിലെ യുവാക്കളെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള യുവാക്കളെ സ്വാധീനിക്കുവാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ പാടുള്ളതല്ല. തുടർന്നും കർത്തദാസൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും മണ്ഡലങ്ങളിലും ദൈവം ധാരാളമായി കർത്തദാസനെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ PYPയുടെ കഴിഞ്ഞ പ്രവർത്തനങ്ങളിൽ കർത്തദാസൻ്റെ സംഭാവനകൾ ഒട്ടും ചെറുതല്ല.
PVPയുടെ കമ്മിറ്റികളിലെല്ലാം ചെയർ ചെയ്യുകയും അതോടൊപ്പം നല്ല ആശയങ്ങൾ പറഞ്ഞു തരികയും ഞങ്ങളെ നല്ല നിലയിൽ നടത്തുകയും തിരുത്തുകയും ഒക്കെയും ചെയ്തിട്ടുള്ള കർത്തദാസിൻ്റെ ആ ലീഡർഷിപ്പ് ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്ന് ചെയ്യിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ബൈബിൾ ക്ലാസ് പ്രോഗ്രാം ആണെങ്കിലും ശരി, നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽപ്പിൻ്റെ പ്രോഗ്രാം ആണെങ്കിലും ശരി, ഇതെല്ലാം കർത്തദാസം ഞങ്ങൾ അധികമായിട്ട് അത് താല്പര്യം എടുത്തുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചില വാക്കുകൾ പറഞ്ഞാൽ പോലും ഞങ്ങളെ തിരുത്തി വളരെ ക്രമീകരിച്ച് അത് വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിൽ കർത്തദാസിൻ്റെ സംഭാവന ഒരിക്കലും വിസ്മരിക്കാനാവുന്നതല്ല. മുമ്പവിടെ പറഞ്ഞതുപോലെ ഈ സഭയിൽ നിന്ന് പോയാലും കർത്തദാസനുമായിട്ടുള്ള ബന്ധം ഈ സഭയിലെ PYPയും നിലനിർത്തുന്നതായിരിക്കും, അന്ത്യത്തോളം നിലനിർത്തുന്നതായിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഖത്തർ റീജിയൻ PYPയുടെ പ്രവർത്തനങ്ങളിലും കർത്തദാസിൻ്റെ സഹായം വളരെയധികമായിരുന്നു. ബൈബിൾ ക്ലാസിൻ്റെ സബ്ജക്റ്റ് മുതൽ എസ്സയുടെ സബ്ജക്റ്റുകളൊക്കെ ആരൊക്കെ ഇടും, ബൈബിൾ ക്ലാസ് ആര് നടത്തുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം വരുന്ന പേര് ജോൺ തോമസ് ഫാസ്റ്ററിൻ്റെ ആയിരുന്നു. ആ സമയത്തൊക്കെയും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ യാതൊരു മടിയും കൂടാതെ ഏറ്റവും ഭംഗിയായ നിലയിൽ തിരുവചന അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കർത്തദാസനെ ദൈവം സഹായിച്ചു. കർത്തദാസൻ പോകുന്നത് നികത്താനാവാത്തൊരു വിടവാണ് ആ കാര്യങ്ങളൊക്കെയും ഇവിടെ സംഭവിക്കുന്നത്. എങ്കിലും ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ മറ്റ് ദൈവവചനം പരക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. PYPയുടെ പേരിലുള്ള സകലവിധമായ ആശംസകളും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കർത്തദാസനിലൂടെ ദൈവസഭയ്ക്ക് ലോകമെമ്പാടുമുള്ള യുവാക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ PYPയുടെ ഭാഗമായിട്ട് ഒരു മൊമെൻറ്റോ കൊടുക്കുവാൻ വേണ്ടി ഈ സമയം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഷിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഉമ്മര കൊടുക്കുന്നതിന് മുൻപ് അതിൽ എഴുതിയിരിക്കുന്നതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. Pentecostal Young People's Association IPC Faith Center Doha, Qatar, presented to Pastor John Thomas for the 10 years of pastoral ministry service to the Lord as a preacher, elder, teacher and counselor. You have served the Lord with gladness, tirelessly, faithfully and with a great compassion. We recognize and appreciate your sincere and dedicated service extended to all the activities of IPC Faith Center during the years 2009 to 2019. Now, as the day dawns on the next chapter in your life, may our Lord's blessings be upon you to fulfill His perfect will and upon. May you find joy and peace in the Lord all the days of your lives. Thank you. താങ്ക്സ് ബ്രദർ. അടുത്തായിട്ട് നമുക്കുള്ളത് മിഷൻ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ബ്രദർ മാത്യു എബ്രഹാം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അധ്യക്ഷനായിരിക്കുന്ന സൈമൺ ചാൻ, പ്രിയ പാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന ജി ചാൻ, സഭയിലായിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കന്മാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്നെ ഇപ്പോൾ കാലം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്നുള്ളത് IPC ഫെയ്ത്ത് സെൻ്റർ മിഷൻ ബോർഡിനോടൊന്നിച്ച് 10 വർഷക്കാലം അതിൻ്റെ നല്ല നിലയിൽ നടത്തുവാനും അതിൻ്റെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി എല്ലാവിധ ദൈവിക കാഴ്ചപ്പാടുകളോടും നടത്തിയ ദൈവദാസനുള്ള നന്ദിയും അതുപോലെ തന്നെ ആശംസകളും അറിയിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കർത്താവ് നൽകിയ ഏറിയ കൃപയിലും ദൈവസ്നേഹത്തിനും ദൈവസഭയിലെ ഓരോ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുവാനും അതിന് പ്രകാരം ദൈവിക നില കാഴ്ചപ്പാടുകൾ ദൈവസ്വമായിട്ട് ഷെയർ ചെയ്യുവാൻ കർത്താവ് ദൈവദാസനെ ഇടയാക്കിയ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനോട് 2009 വന്നപ്പോൾ നമ്മുടെ സഭയ്ക്ക് മിഷൻ ബോർഡ് എന്നുള്ള അല്ലെങ്കിൽ ഒരു മിഷൻ കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിലും അതിനൊരു പ്രത്യേക സ്ഥലങ്ങളോ അങ്ങനെയുള്ള ഒരു തിരഞ്ഞെടുത്ത് നമ്മൾ സഹായിക്കുണ്ടായിട്ടില്ലായിരുന്നു. ഇവിടെ കടന്നു വരുവാനും മഹാരാഷ്ട്രയിൽ നന്ദൂർബാർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ദൈവസഭയോട് ഷെയർ ചെയ്യുവാനും അതിന് പ്രകാരം ദൈവസഭ ആ ഒരു ദേശത്തേക്ക് നമുക്കൊരു പ്രവർത്തനം ആരംഭിക്കുവാനിടയായി.
അതിന് പ്രകാരം മലബാർ, കർണാടക, പഞ്ചാബ് എന്നീ സ്ഥലങ്ങളിൽ ദൈവം കൃപയാൽ ദൈവസഭയെ അവിടെയെല്ലാം ദൈവത്തിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ഓരോ കത്രാസന്മാരെയും സപ്പോർട്ട് ചെയ്യുവാനിടയായി. ഏകദേശം 41 ചർച്ചുകളിൽ അല്ലെങ്കിൽ 41 കത്രാസന്മാരെ ദൈവം നൽകിയിരിക്കുന്ന കൃപയ്ക്കൊത്തോണം നമുക്ക് സഹായിപ്പാനും അവരോട് ഒരുമിച്ച് സുവിശേഷ വേലയിൽ പങ്കുകൊള്ളുവാനും പ്രിയ ദൈവാസനെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിനങ്ങളെല്ലാം കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ദൈവസഭയോട് ചേർന്ന എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിപ്പാനും, അതുപോലെ തന്നെ ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങളെ ഞങ്ങളെല്ലാവരും ഉപദേശിക്കുവാനും അത് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എവിടെ സഹായിക്കണം, എങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒത്തവണ്ണം ഞങ്ങൾക്ക് ഉപദേശങ്ങളും ഞങ്ങൾക്ക് കാഴ്ചപ്പാടുകളും കർത്താവിൻ്റെ ദൈവാസന ഇടയാക്കി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പിന്നെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ആകാശം മാറും, ഭൂമിയും മാറിപ്പോവും, പക്ഷേ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഒരു മാറ്റവും വരുന്നില്ല, അതിനൊരു നീക്കവും വരുന്നില്ല. 10 വർഷം കൊണ്ട് ദൈവാസനോട് കടന്നു വന്നപ്പോൾ പ്രസംഗിച്ച അതേ വചനം ഇന്ന് ഈ ദൈവാസൻ്റെ പല ദുഃഖങ്ങൾ കടന്നുപോയി, പല പ്രതിസന്ധികൾ കടന്നുപോയി, പക്ഷേങ്കിൽ ആ വചനത്തിൽ നിന്ന് ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യതിചലനവും വരാതെ നമ്മളെ തുടക്കം മുതൽ ഇന്ന് വരെയും വലിയ നിലയിൽ ദൈവാസം പഠിപ്പിച്ച കൃപയ്ക്കായി ദൈവത്തിൻ്റെ ആ ദൈവീയ ദർശനം കൊടുത്തതിൽ നിന്ന് വ്യതിചലിക്കുക. ഈ കാലഘട്ടത്തിൽ വിഭജനത്തിൽ നിന്ന് അനേകം പേർ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു വ്യതിചലനവും ഇല്ലാതെ ദിവസം അത് എൻ്റെ സഹോദരന്മാർ, വെളിയിൽ നിന്നുള്ള എൻ്റെ സഹോദരന്മാരെന്ന് ഈവൻ ഒരാൾ അമേരിക്ക എന്ന് ഇവിടുന്ന് കടന്നു പോകുന്ന വഴിക്ക് ഇവിടെ ഇറങ്ങി എന്നോട് ചോദിച്ചു, ജോൺ തോമസ് എന്ന് പാസ്റ്ററിനെ അറിയാം, ഞങ്ങളുടെ ദൈവാസന പാസ്റ്ററിനെ വീട്ടിൽ പോയി കാണുവാൻ എന്നെ പറഞ്ഞു. ഞങ്ങൾ യൂട്യൂബിലിരുന്ന് അമേരിക്കയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനിടയാവുന്നു. ആ കൃപയ്ക്കായി ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളെ സ്നേഹിച്ചതിനും ഞങ്ങളെ വേണ്ടുന്ന ഉപദേശങ്ങളും അതുപോലെ തന്നെ PAPയുടെ മിഷനോടനുബന്ധിച്ച് എല്ലാ വിധത്തിലും ഞങ്ങളെ വഴി നടത്തുന്ന ദൈവാസനോടുള്ള നന്ദിയും അതുപോലെ തന്നെ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ വരമെങ്കിൽ നല്ലവനും വിശ്വസ്തമായ ദാസന എന്നുള്ള പേർ വിളിക്ക് ദൈവാസനം പ്രിയ അമ്മാമ്മയ്ക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും കർത്താവ് ഏത് ദേശത്താക്കിയാലും ദൈവകൃപയിൽ ഏറിയ അധ്വാനത്തോടെ എവിടെ ആക്കിയാലും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവീയ ദർശനപ്രകാരം ജീവിപ്പാനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ IPC ഫെയ്സ് സെൻ്റർ മിഷൻ ബോർഡിൻ്റെയും വകയായിട്ടുള്ള ആശംസകളും മംഗളങ്ങളും നേരുന്നു. മാത്യു കൂടെ അടുത്തായിട്ട് നമുക്കുള്ളത് മൺഡേ ബൈബിൾ ക്ലാസിൻ്റെ ആഭിമുഖ്യത്തിൽ ബ്രദർ ജോർജ് തോമസിനെ ക്ഷണിച്ചു വിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന അധ്യക്ഷൻ സൈമൺ ചായൻ, കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ജോൺ തോമസ് അവറുകൾ, ജിജി ബ്രദർ, ഇവരെല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനോടുള്ള ബന്ധത്തിലുള്ള ഫെയർവെല്ലാണല്ലോ. അടിയങ്ങൾക്കും കുടുംബമായിട്ട് ഇവിടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വഴികൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തിനിതിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ ദാസനോടുള്ള ബന്ധത്തിൽ ഇവിടെ ബൈബിൾ കോളേജിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ സഹായിച്ചു. ആദ്യമായിട്ട് ഞങ്ങളെ അതിന് ക്ഷണിക്കുന്നത് ജിജി ബ്രദറാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ കടന്നു വന്ന ക്ലാസ്സുകളൊക്കെയും ദൈവവചനം കേൾക്കുന്നതിലുപരിയായിട്ട് അതുപോലെ ദൈവവചനമാണ് വലുതെങ്കിലും ആ കർത്താവിൻ്റെ ദാസൻ്റെ ശരീരഭാഷയും സംസാരവും ആ ദൈവവചനത്തിലുള്ള ആവേശവും അതെന്നെ വളരെയധികം ആകർഷിച്ചു. ദൈവവചനത്തോട് ഒരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു വ്യക്തി എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഹൃദയത്തിലുണ്ടായി. അത് പലരിൽ നിന്ന് കേൾക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം ICPFൻ്റെ ആനുവൽ മീറ്റിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദാസന് അവിടെ മൊമെൻ്റോ കൊടുത്തു. അവിടെ 3 പാസ്റ്റർമാരുണ്ടായിരുന്നു. അവരെല്ലാവരെയും വിളിച്ചു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു ജോൺ തോമസിനെ മാത്രം വിളിച്ചപ്പോൾ ആ വ്യക്തി കുരുവിള ബ്രദർ പറഞ്ഞത്, ദൈവജനത്തിനോട് കോംപ്രമൈസ് ചെയ്യാത്ത
ഒരു വ്യക്തി അവിടെ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറയാനായി. അതെനിക്ക് വളരെ സന്തോഷമായി. ആ കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ആ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്നല്ല അനേകരുടെ ജീവിതത്തിൽ അത് വലിയ ആശ്വാസത്തിനും വിടുതലിനും ദൈവവചനത്തോടുള്ള ഉറപ്പും ആധികാരികതയൊക്കെ ആ ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാകുവാൻ സാധിച്ചു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ദാസൻ ഈ ദേശത്ത് കടന്നു വരുവാനും വചനങ്ങൾ കേൾക്കുവാനൊക്കെയും ദൈവം നമ്മളെ സഹായിച്ചല്ലോ. അതിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഇവിടുന്ന് കൂടാരം മാറ്റിയടിക്കാനുള്ള സമയമായി. ആ സമയമായതുകൊണ്ട് ദൈവമാണല്ലോ സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതുപ്രകാരം ഞാൻ കടന്നു പോകുന്ന സ്ഥാനത്ത് എവിടെയായിരുന്നാലും കർത്താവിൻ്റെ മഹത്വമുള്ള ശേഷിയായിട്ട് തുടർന്ന് അനേകർക്ക് ആശ്വാസവും വിടുതലുമായിട്ട് ദൈവവചനത്തിൽ കൂടിയുള്ള തികഞ്ഞ ശുശ്രൂഷ തികയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ സഹായിക്കേണ്ടതിനായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും ധാരാളമായിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അതിൽ ഉപരിയായിട്ട് ഈ ദൈവസഭയോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം കടപ്പാടുണ്ട്. എനിക്ക് 4 മക്കളാണ്. ആന, ഷാരോൺ, വില്യം, ജാനീസ്. അവരെ 4 പേരെ മോൾഡ് ചെയ്ത് സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് ഈ സഭയാണ്. അവർ ചെറുപ്പ സമയം മുതലേ അന്ന് എനിക്കെൻ്റെ ജോലിയിൽ നിന്ന് അവരെ സൺഡേ സ്കൂളിൽ കൊണ്ടുവിടാനുള്ള അവകാശങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജിജി ബ്രദറും സിസ്റ്ററും കൂടെ വീട്ടിൽ വന്ന് അവരെ എടുത്തുകൊണ്ട് ആദ്യകാലത്ത് റജി പാസ്റ്ററുടെ അവിടെ സൺഡേ സ്കൂളായിരുന്നു. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സൈമൺ ചാൻ്റെയും ലില്ലി സിസ്റ്ററിൻ്റെയും വീട്ടിൽ അവരെ കൊണ്ടുപോയി ദൈവത്തിനെ അഭ്യസിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ IDCC കോംപ്ലക്സ് ഇവിടെ തുറന്ന് ഇവിടെ ആയത്. ഞാൻ പലപ്പോഴും നേരിട്ട് നിങ്ങളോട് നന്ദി പറഞ്ഞില്ലെങ്കിലും ദൈവസന്നിധിയിൽ കണ്ണുനീര് ചാലിച്ച് ഞാൻ ദൈവസന്നിധിയിൽ നന്ദി അതോർത്ത് പറയാറുണ്ട്. കാര്യം നേരിട്ട് നിങ്ങളുടെ അടുത്ത് നന്ദി പറഞ്ഞില്ലെങ്കിലും പലപ്പോഴും ഞാൻ ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ദൈവസന്നിധിയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാറുണ്ട്. കാര്യം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് തന്നെയല്ല, ഇവരെ വന്ന് വീട്ടിലെടുത്തുകൊണ്ട് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ എനിക്ക് ഒരു സമയത്ത് സാധ്യമല്ലായിരുന്നു. ആ സമയത്ത് ഈ സഭയിലെ പ്രിയപ്പെട്ടവർ കാണിച്ച എല്ലാ സ്നേഹത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാര്യം എനിക്കതിന് പറയാൻ വാക്കുകളില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ യാഗമായിട്ട് ദൈവസന്നിധിയിൽ ആ നന്ദി അർപ്പിച്ചിട്ടുണ്ട്. അത് ഒരിക്കലും ദോഷമായിട്ട് വരത്തില്ല, നന്മയ്ക്കായിട്ടേ വരത്തുള്ളൂ. ആ പൈതങ്ങളൊക്കെ എവിടെയായിരിക്കുന്നു അവരൊക്കെയും കർത്താവിൻ്റെ അവരെ കൊണ്ടാകുന്ന ശുശ്രൂഷ വിശേഷാൽ വില്യം കഴിഞ്ഞ ദിവസവും വിളിക്കാനിടയായി. ഇത്ര മാത്രം എന്നോട് ചോദിച്ചു, ജോൺ പാസ്റ്റർ പോവുകയാണല്ലേ എന്ന് പറഞ്ഞൊരു വോയിസ് മെസ്സേജ് വിട്ടിട്ട് ആ ശബ്ദത്തിൽ തന്നെയുണ്ട് ഒരിത്. അതോർത്ത് ഞാൻ ദൈവസ്തുതി. അങ്ങനെ പിള്ളേരെ എല്ലാം മോൾഡ് ചെയ്യുവാൻ കർത്താവ് നിങ്ങൾ കൂടെ സഹായിച്ചു. ഈ സഭ വലിയൊരു ഉപകാരമാണ് ഞങ്ങളോട് കാണിച്ചത്. അതിനെത്ര നന്ദി പറയാൻ. പക്ഷെ അതിന് പ്രതിഫലം എനിക്ക് ദൈവത്തിന് നിന്നുകൊണ്ട് നല്ല ഉറപ്പാണ്. കർത്താവ് തീർച്ചയായിട്ടും അവരെല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ദാസിൻ്റെ ശുശ്രൂഷകളൊക്കെ ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് കടന്നു വരാറുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറിയ അനുഗ്രഹമായിരുന്നു. ഇനി തുടർന്നും ദാസിന് എവിടെ പോയിരുന്നാലും ദൈവം ധാരാളമായിട്ട് കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് നിൽക്കുന്നു. താങ്ക്സ് ബ്രദർ. ബ്രദറിനെ കുറിച്ച് ഒരു വാക്കിൽ പറയുകയാണെങ്കിൽ താൻ PMG ചർച്ചിൽ കൂടുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളോടൊപ്പം ആദ്യകാലങ്ങളിൽ ദൈവസഭയിൽ കടന്നു വന്നു പ്രാർത്ഥിക്കുകയും പാടുപാടി എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അവരെ കുടുംബമായ ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. എല്ലാ മൺഡേയിലും താൻ ബൈബിൾ ക്ലാസ്സിന് കടന്നു വരുന്നുണ്ട്. ഞാൻ വന്നില്ലെങ്കിലും ഞങ്ങളെ മിക്കവാറും കാണത്തില്ല. കാരണം ജോലിയോടുള്ള ബന്ധത്തിലും മറ്റുമൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ആ ബ്രദർ ഇവിടെ ഉള്ള സമയങ്ങളെല്ലാം മൺഡേയിലും താൻ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തന്നെ ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ചിൽഡ്രൻസ് ബൈബിൾ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ബ്രദർ ജോസ് കുട്ടി ബ്രദറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന പ്രിയ സൈമൺ അച്ചാൻ, സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ജോൺ തോമസ്, സഭാ സെക്രട്ടറി ജിചാൻ, കമ്മിറ്റി മെമ്പേഴ്സ്, ബൈബിൾ സ്കൂൾസ് ടീച്ചേഴ്സ്, പേരൻസ്, സ്റ്റുഡൻസ്, സഹോദരി സഹോദരന്മാർ ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു.
പ്രിയ പാസ്റ്റർ ജോൺ തോമസിൻ്റെയും കുടുംബത്തിൻ്റെയും യാത്രയപ്പിനുള്ള ഈ മീറ്റിങ്ങിൽ ചിൽഡ്രൻസ് ബൈബിൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച് 2-3 മിനിറ്റ് സംസാരിക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അനുവദിച്ച സമയത്തിനുള്ളിൽ ചുരുക്കം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഇരിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുവരെയും സഭയ്ക്ക് അനുഗ്രഹീതരായ ദേവദാസന്മാരാൽ ആവശ്യമായ ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. അതിന് കാരുണ്യവാനായ ദൈവത്തിന് സർവ്വമഹത്വവും പുകഴ്ചയും അർപ്പിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷമായി ഈ സഭയുടെ ശൈശവകാലം മുതൽ തന്നെ നമുക്ക് ആവശ്യമായ ആത്മീക സത്യങ്ങളാൽ നമ്മെ നേർവഴി ഉപദേശിച്ചു തരുന്നതിൽ ഒരു കുറവും പറയാൻ കഴിയാത്ത വിധമുള്ള പ്രിയ ദേവദാസൻ പാസ്റ്റർ ജോൺ തോമസിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ഒരു കാലത്തും മറന്നു കളവാൻ കഴിയുകയില്ല. IPC ഫേസ് സെൻ്റർ എന്ന് പറയുമ്പോൾ തന്നെ ദോഹയിലുള്ള ഏത് വിശ്വാസിയും പറയും, ദൈവവചനം ചിട്ടയായി പഠിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ കൂടിവരവ് എന്ന്. അങ്ങനെയുള്ള ഒരു ബ്രാൻഡിങ് ഉണ്ടാക്കിയെടുക്കുവാൻ പാസ്റ്റർ ജോൺ തോമസിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം കൊണ്ട് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് ഒന്നുകൊണ്ട് മാത്രം ആണ് എന്ന് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ചിൽഡ്രൻസ് ബൈബിൾ സ്കൂളിനോടുള്ള ബന്ധത്തിൽ ആണല്ലോ. പ്രിയ പാസ്റ്റർ കുഞ്ഞുങ്ങളുമായി യാതൊരു പ്രായവ്യത്യാസമില്ലാതെ കൈക്കുഞ്ഞുങ്ങൾ മുതൽ ടീനേജേഴ്സ് വരെ എല്ലാവരുമായും ഒരു പ്രത്യേക സ്നേഹബന്ധം സ്ഥാപിച്ചെടുക്കുകയും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വലിയ ഇൻഫ്ലുവൻസ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ 2 കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള അനുഭവം എനിക്ക് ഉദാഹരണമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ദൈവനിയോഗത്താൽ ഈ സഭാശുശ്രൂഷനായി കടന്നു വന്ന ദേവദാസിൻ്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ഏറ്റവും അനുഗ്രഹകരവും ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതുമായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എന്ത് മാറ്റമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ വരുത്തിയിട്ടുള്ളതെന്ന് സ്വയം പരിശോധന നടത്തുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ പ്രിയ പാസ്റ്ററും ഷൈനിയമ്മാമയും അതിനുശേഷം സിസ്റ്റർ മഞ്ജുവും ചെയ്തെന്ന സേവനങ്ങൾ ബൈബിൾ സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സഹായകരമായി തീർന്നിട്ടുണ്ട്. കർത്താവിൽ പ്രിയ പാസ്റ്ററും കുടുംബവും സഭയുടെ പുത്രികാ സംഘടനയായ ചിൽഡ്രൻസ് ബൈബിൾ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സേവനങ്ങളെയും ഈ അവസരത്തിൽ ഓർക്കുകയും പ്രിയ പാസ്റ്ററോടും കുടുംബത്തോടുള്ള നന്ദിയും കടപ്പാടും സ്നേഹവും ബൈബിൾ സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും അറിയിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രിയ ദേവദാസനും കുടുംബവും കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സത്യവചനം പുതുഹൃദയങ്ങൾ എത്തിക്കുന്നതിന് അവരുടെ പ്രവർത്തനം ഭാവിയിൽ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ നന്മകളാലും ദൈവം അവരെ നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചും കൊണ്ട് എല്ലാവരുടെയും അനുഭവത്തോടെ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബൈബിൾ സ്കൂളിൻ്റെ പേരിൽ ഒരു മൊമെൻ്റോ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിനായി പ്രിയ കത്തുദാസിനെ ഞാൻ പ്രിയ മഞ്ജു സിസ്റ്ററൂടെ കടന്നു വരാനായിട്ട് അപേക്ഷിക്കുന്നു. ഞാനിതിൻ്റെ കണ്ടന്റ് വായിക്കാം. IPC ഫേസ് സെൻ്റർ ദോഹ ഖത്തർ ചിൽഡ്രൻസ് ബൈബിൾ സ്കൂൾ presents this memento to our beloved Pastor John Thomas and family on the occasion of their farewell on 12th April 2019. We, the headmaster, teachers and children of IPC Faith Center Children's Bible School, express our heartfelt gratitude for your encouragement, guidance and support to turn many young minds towards Jesus and to shape the little hearts to face tomorrow's challenges. May our Lord Jesus Christ help you to continue to motivate the hearts and minds of many like us. താങ്ക്സ് ജോസഫ് ബ്രദറെ. അടുത്തതായിട്ട് കൊയറിൻ്റെ ആഭിമുഖ്യത്തിൽ
ബ്രദർ ജൂബി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 10 വർഷത്തോളം നമ്മളോടൊപ്പം ആയിരിക്കാൻ പ്രിയവൃത്തിനെ ദൈവം സഹായിച്ചു, ബലപ്പെടുത്തി. നിർമ്മലമായ ദൈവിക സത്യങ്ങളെ നമുക്കായി അറിയിച്ചു തരുവാൻ തൻ്റെ വൃത്തിനെ ദൈവം ധാരാളമായി ഉപയോഗിച്ചു. അത് നമ്മുടെ സഭയാകുന്ന നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വളരെ കാരണമായി തീർന്നു എന്ന് നമ്മളിവിടെ കേട്ടതുപോലെ തന്നെ, നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഞാനും പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയെ തീർച്ചയായും അറിയിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞതുപോലെ നിർമ്മലമായ ദൈവിക സത്യങ്ങൾ പ്രഘോഷിക്കുന്ന ഒരു സഭ അല്ലെങ്കിൽ ദൈവദാസൻ എന്നതിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ നമ്മൾ അറിയപ്പെടുന്നത് നമ്മുടെ ഈ ഗാനശുശ്രൂഷയുടെ ഇതിലായിരിക്കും. നമ്മളിവിടെ പാടുന്ന പാട്ടുകളൊന്നും എനിക്ക് തോന്നുന്നില്ല മറ്റുള്ള ചർച്ചകളിൽ കാര്യമായിട്ടൊന്നും അങ്ങനെ പാടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഇതെല്ലാം പാസ്റ്ററുടെ സെലക്ഷനാണ്. പാസ്റ്റർ പ്രത്യേകിച്ച് നമ്മളെ ധാരാളം ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഗാനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പാട്ടിൻ്റെ ഒരു വലിയ ഭണ്ഡാരമാണ്. എനിക്ക് കുറച്ചൊക്കെ പഴയ പാട്ടുകൾ അറിയാമായിരുന്നു, അതെൻ്റെ അമ്മയുടെ നിന്ന് ഞാൻ പഠിച്ച. പക്ഷേ പാസ്റ്റർക്ക് ഒരുപാട് പാട്ടുകൾ അറിയാം. അത് ജസ്റ്റ് ഒരു പാട്ട് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടുന്നല്ലാത്ത ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, വളരെ മനോഹരമായ പഴയ ഗാനങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, വചനപ്രകാരം പാസ്റ്റർ അത് പ്രസംഗിച്ചിട്ട് അതിൻ്റെ തെളിവുകൾ നമുക്ക് മുമ്പിൽ നിരത്തി തരുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഗാനരചയിതാക്കൾ എത്രത്തോളം ആത്മീയ മർമ്മങ്ങളുടെ അറിവുണ്ടായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്. അപ്രകാരം നമ്മളെ നല്ല ഗാനങ്ങൾ പഠിപ്പിക്കുകയും അതിനുവേണ്ടി എപ്പോഴും നമ്മളെ പ്രാപ്തരാക്കുവാൻ ഉത്സാഹിക്കുകയും ചെയ്ത പാസ്റ്ററോടുള്ള നന്ദിയെ തീർച്ചയായിട്ടും അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഗൈഡൻസും ഒന്നു മാത്രമാണ് ചർച്ച് കൊയറായിട്ട് ഇപ്രകാരം ആയിരിക്കാൻ ഗുണം നമുക്ക് കഴിയുന്നത്. അദ്ദേഹം ചർച്ച് കൊയറിൻ്റെ ഒരു ഗൈഡ് ചെയ്യുന്നൊരു മെമ്പർ മാത്രമല്ല, അതിൻ്റെ ഒരു പാർട്ടും കൂടിയായിരുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയെ തീർച്ചയായിട്ടും അറിയിക്കുന്നു. വാക്കുകൾക്ക് അപ്പുറത്ത് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയെ ചർച്ച് കൊയറിൻ്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ, എൻ്റെ കുടുംബത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഉദ്യമം അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ജൂബി ബ്രദർ. അടുത്തതായിട്ട് സിസ്റ്റേഴ്സ് മീറ്റിങ്ങിൻ്റെ ആഭിമുഖ്യത്തിൽ സിസ്റ്റർ വത്സമ്മ ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന സൈമൺ ചായൻ, ബഹുമാനപ്പെട്ട പാസ്റ്റർ, ലീഡ് വഹിക്കുന്ന ജിജാന്, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, ഏവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനിൽ നിന്നും കേട്ടതായ വചനം സഹോദരിമാരായ ഞങ്ങൾക്ക് വളരെ നന്മയ്ക്കും അനുഗ്രഹത്തിനും നിത്യതയോടടുക്കുന്നതിന് വളരെ പ്രയോജനവുമായി തീർന്നു. തുടർന്നും കർത്താവിൻ്റെ ദാസനെ ദൈവം എവിടെ അയക്കുന്നുവോ അവിടെയെല്ലാം അനേക ജീവിതങ്ങളെ നേടിയെടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഭൃത്യനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശേഷാൽ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നതായ മഞ്ഞുവിൻ്റെ സാമീപ്യവും താൻ സഹോദരിമാരായ ഞങ്ങളുടെ മധ്യയെ ദൈവവചനം ഷെയർ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും ആശ്വാസവും ദൈവത്തോടടുക്കുന്നതിന് ഞങ്ങൾക്ക് പ്രയോജനകരമായി തീർന്നു. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതായ ഷൈനിയെയും തൻ്റെ ശുശ്രൂഷകളെയും
ഞങ്ങളോട് ഏറ്റവും അധികമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനത്തെയും സഹോദരിമാരായി ഞങ്ങൾ ഈ സമയം സ്മരിക്കുന്നു. സഹോദരിമാരായ ഞങ്ങളുടേതായ ആശംസയെ ഈ തരുണത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോൾ മഞ്ജുവിന് സഹോദരിമാരായ ഞങ്ങളുടെ ഒരു സേവോപകാരം കൊടുക്കുവാനായിട്ട് മഞ്ജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത് കൊടുക്കുവാനായിട്ട് യമുനയെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക്സ് സിസ്റ്റർ. അടുത്തതായിട്ട് നമുക്ക് ഉള്ള ഫെലിക്കേഷൻ ആണ്. അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് മസ്കറ്റിൽ നിന്നും കടന്നു വന്ന ബ്രദർ ബൈജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദേവദാസൻ പാസ്റ്റർ ജോൺ തോമസ്, എത്തിയിരിക്കുന്ന സഹോദരന്മാരെ, ശരിക്കും എനിക്ക് എന്താ പറയണമെന്നറിയില്ല. വളരെയധികം സന്തോഷമുണ്ട് ഈ IPC ദോഹ സഭയുടെ കൂട്ടത്തിൽ ഒരു ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു യൂട്യൂബിലൂടെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഈ ദൈവദാസൻ എനിക്ക് നേരിട്ട് കാണണമെന്ന്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യപ്രകാരം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയ പരമാർത്ഥതയോടെ കൊത്തിയോടെ ദൈവത്തെ അന്വേഷിച്ചാൽ, നമുക്കറിയാം ഈ നാളുകളിൽ പ്രവാചകന്മാരുടെ പുറകെ ദേവദാസന്മാരുടെ പുറകെ പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സഭയിൽ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരും. അതുപോലെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദൈവദാസനാണ് പാസ്റ്റർ ജോൺ തോമസ്. ഞങ്ങൾ മുമ്പേ പോയിരുന്ന സഭയിൽ ആയിരുന്നപ്പോൾ എഹെസ്കേൽ 37-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് തുല്യമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ പൗലോസിനെ പോലെ ഒരു ദൈവദാസനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് എൻ്റെ വൈഫ് സെബിയും ഞങ്ങൾ ഒന്നിച്ചെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ട് ആദ്യമായിട്ട് സെബിയാണ്, എൻ്റെ വൈഫാണ് ആദ്യമായിട്ട് ദൈവദാസൻ്റെ ഒരു മെസ്സേജ് യൂട്യൂബിൽ കണ്ടത്. എന്നിട്ട് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നപ്പോൾ എന്നെ അപ്പോഴേ എനിക്ക് മെസ്സേജ് ചെയ്തു, ബൈജു ഒരു വചനം പറയുന്ന ദൈവദാസൻ്റെ മെസ്സേജ് ഞാൻ കേട്ടു, ബൈജു കേൾക്കണം. അങ്ങനെ വചനം കേൾക്കുവാനായിട്ട് തുടങ്ങി. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നു, ദൈവവചനം ജീവനും ചൈതന്യവും ഇരുവായ്ത്തലയുള്ള മളിനേക്കാൾ മൂർച്ചയേറിയതുമാണ്. ആ വചനം ദൈവം ഈ ദൈവദാസനിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി ഞങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവമക്കളായി തീരുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ദൈവദാസനാ. ഞാൻ ദൈവദാസൻ്റെ വചനം പഠനം റോമർ, അപ്പസ്തോല പ്രവർത്തികൾ, കൊളോസിയർ, തെസലോനിയൻസ്, ഏതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണോ അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ കേൾക്കുവാൻ പഠിക്കുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. വചനം ഒരു മനുഷ്യനെ മാറ്റുമെന്ന് എൻ്റെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലൂടെ ഞാൻ എല്ലാവരോടും പറയും. സത്യവചനം മാറ്റിയിരിക്കും. ഞാൻ അതിൻ്റെ ഒരു ജീവിക്കുന്ന സാക്ഷ്യമാണ്. എന്നെ ഒത്തിരി മാറ്റിയത്, ഞാൻ ആരായിരുന്നു, ഞാൻ ആരാണ് ഇപ്പോൾ എന്നുള്ളത് ഈ വചനമാണ് എന്നെ മാറ്റിയത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള
ദൈവം അതിനായി ഉപയോഗിച്ച ഈ ശ്രേഷ്ഠ ദൈവദാസനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെയും സെബിയുടെയും എനിക്ക് 3 മക്കൾ, 2 പെൺകുട്ടികളൊരാണ്. അവർക്കെല്ലാം ദേവദാസനെ അറിയാം, ആൻറ്റിയെ അറിയാം, മക്കളെ അറിയാം. അവരുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ യാത്രയയപ്പ് കൊടുക്കുന്നില്ല, കാരണം ഇനി ഞങ്ങൾ കാണും ദൈവം ഹിതമെങ്കിൽ. നന്ദി പറയുന്നു. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. ആമേൻ. താങ്ക്സ് ബ്രദർ. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ജോയിച്ചായൻ ജോൺ തോമസ്, ന്യൂ ഇന്ത്യ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഹല്ലേലൂയ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള നന്ദി പറയുന്നു. വിശേഷാൽ ദേവദാസൻ ജോൺ തോമസ്, സൈമൺ ബ്രദർ, ജിജി ബ്രദർ, എല്ലാവരോടുമുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. സ്തോത്രം. പേര് കൊണ്ട് എൻ്റെയും പാസ്റ്ററുടെയും പേര് ജോൺ തോമസ് എന്ന് തന്നെയാണ്. സ്തോത്രം. അവരെന്നെ ഓമനപ്പേരായിട്ട് ജോയിച്ചായെന്ന് വിളിക്കും. ഞാനും ദേവദാസനും കൂടെ ഇസ്രായേലിൽ പോയപ്പോൾ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹത്തിൻ്റെ ഒരു ആഴം എനിക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ദൈവദാസന് കാണിച്ച സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ 3 ബാച്ചിലറും അദ്ദേഹവും രാജുവൊക്കെ കുടുംബമായിട്ടായിരുന്നു. ഞാനും നമ്മുടെ സോണി ബ്രദറും റജി ബ്രദറും കൂടെ ഒരു റൂമിലാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും ഞങ്ങളെ വന്ന് ഹോട്ടലിൽ താമസിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളോട് കാണിച്ച ആ സ്നേഹത്തെ ഞാൻ ഇന്നും എല്ലാ ദിവസവും ഞാൻ എൻ്റെ വൈഫിനോടും പറയും. ഞാൻ എൻ്റെ വൈഫിനെ അതിനുവേണ്ടി ക്ഷണിച്ചു, അവൾ പറഞ്ഞു വരുന്നില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഈ ഒരു യാത്രയപ്പിൽ സംബന്ധിപ്പാൻ ഹല്ലേലൂയ ദൈവമായ കർത്താവ് എനിക്ക് ഇടയാക്കി. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അറിഞ്ഞു ദേവദാസനെ ഇവിടുന്ന് പോവുകയാണെന്ന്. എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. സ്തോത്രം. ഇവിടെ വന്നു കണ്ടു, സന്തോഷിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ എന്നോട് പറഞ്ഞു, ഞാനും ദേവദാസൻ്റെ യാത്രയപ്പിന് സംബന്ധിക്കാൻ പോവുക. അപ്പം എന്നോട് മോള് പറഞ്ഞു, വിളിക്കാതെ പോകണ്ട. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പം ജിജി ബ്രദർ എന്നെ വഴിക്ക് വെച്ച് കോറിഡോറിൽ വെച്ച് കണ്ടു. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ ഇന്ന് അവിടുത്തെ ചർച്ച കഴിഞ്ഞിട്ട് ഇവിടെ വരണം എന്ന. സ്തോത്രം. അതെൻ്റെ ഹൃദയത്തിലെ താല്പര്യമായിരുന്നു. ദൈവം കടന്നു വന്നപ്പോൾ ഒരു അവസാന തിരുമേശയുടെ കർത്താവിൻ്റെ ദാസനിലൂടെ അനുഭവിപ്പാൻ എൻ്റെ കർത്താവെ എനിക്ക് ഇടയാക്കി തീർത്തു. നന്ദിയോടെ ഞാൻ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. സ്തോത്രം. ഇവിടെ ഇരുന്നപ്പോൾ എന്നെ ലിസ്റ്റിൽപ്പെട്ട ആളല്ല, എന്നെ വിളിക്കുമോ ഒന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് തിരുവചനം ധ്യാനിച്ചപ്പോൾ 1-2 തിരുവചന ഭാഗം എൻ്റെ ഹൃദയത്തിൽ തന്നു. അത് ഒരു ദേവദാസന്, ഒരു കർത്താവിൻ്റെ ഒരു സഹോദരൻ അവിടെ വായിച്ചു. അത് ഞാൻ വായിക്കാം. 1 തിമോഥെയോസ് 5:17 നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. സ്തോത്രം. അത് ദേവദാസനോടുള്ള ഒരു ദൈവ ആലോചനയാണ്. ദൈവം നിങ്ങളെല്ലാം അതനുസരിച്ച് ചെയ്യുന്നു. ഹല്ലേലൂയ എന്ന് ഞാൻ വിശ്വസിക്കുകയും ഹല്ലേലൂയ അതിനായി പ്രത്യാശിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ദേവദാസനോടുള്ള ഒരു വചനം ഞാൻ വായിക്കട്ടെ. സ്തോത്രം. അതിൻ്റെ തന്നെ 6:11 നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോൽ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ നാം വായിച്ചു, നാം ഉപദേശം പറഞ്ഞിട്ട് കൊളരുതാതെ പോകായി തീരാതിരിക്കണം. കർത്താവിൻ്റെ വചനം പൂർണ്ണമായി ഓരോ ദിവസവും അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി, സഭയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിലിരിക്കുന്നു. താങ്ക്സ് ജോയിച്ചാനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ ജോയിച്ചായനും ഞങ്ങളും ഒക്കെ ഒന്നിച്ച് ആരാധിച്ചു വന്ന ഒരു സഹോദരനാണ്. ഇത്രത്തോളം ദൈവം സഹായിച്ചു. അവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് പല ഭാരങ്ങൾ, പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ദൈവം അതിലെല്ലാം ഒരു വിടുതൽ കൊടുക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ ദൈവം സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് സഭയായിട്ട് ജോയിച്ചായനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ചർച്ച് മെമ്പേഴ്സായിട്ട് സഹോദരന്മാർക്ക് പറയുവാനുള്ളവർ കടന്നു വന്ന് പറയാവുന്നതാണ്. അവിടെ സമയത്തിൻ്റെ കുറവ് കാരണം എഴുന്നേറ്റ് അവിടെ എവിടെയെങ്കിലായി നിന്നുകൊണ്ട് പറയാവുന്നതാണ്. Praise Lord. I thank Lord for giving this wonderful opportunity to stand in the midst of the church. I stand on behalf of my family because my parents couldn't make it today. Anyways, I thank and praise God for the sweet fellowship that we've been having with Pastor and his family for the past 10 years. It was a great privilege and honor to hear the unadulterated word of God, to study it and to understand it. Just like Matthew 11, God, Jesus Christ says about how it was hidden from the wise and learned, and it was revealed to the little children. As a family, when we look back, we have when we look back, we still have a long way to go in our Christian race, but most definitely, where we were 10 years back, we have come a long way because of this church and the word of God. And I thank the Lord for all the grace that he's been showering on the pastor. And at this time, we remember the sweet fellowship we had with Shiny Auntie also. She was a great influence for especially the children in our Sunday school. I thank God so much for Manju Auntie and the children. We once again pray for you, and our sincere prayer is that whatever God has purposed in pastors and his family and individually, whatever God has purposed for you, that it might reach its fulfillment. Praise God. Praise God. Thank God for an opportunity to stand in the midst of you all as a witness of Christ. Thank God for pastor and family. God gave a wonderful fellowship. God gave them to me as my local guardian in an unknown land. I came to this church as a stranger, but I found a family in Christ. Pastor and family were there for me as my own parents to guide me in every aspect of my life. God used them to feed me with the spiritual food that I am longing for. God taught me through their lives that, as Auntie always used to say, Romans 14:8, if we live, we live for the Lord. If we die, we die for the Lord. So whether we live or die, we belong to the Lord. For this is very reason Christ died and returned to life, so that he might be the Lord of both dead and the living. I wish and pray to God that continue to use them to reach out many souls who will love and stand for God. Thank you. ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ കാലം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേകാല പ്രിയ പാസ്റ്ററും കുടുംബവും അടിയങ്ങൾക്കും വളരെ സന്തോഷവും അനുഗ്രഹവുമായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം പ്രിയ ദേവദാസനോടും കുടുംബത്തോടും ചേർന്ന് ദൈവസഭയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. ദൈവവചനം പഠിപ്പാനൊക്കെയും ദൈവം കൃപ തന്നു. പ്രത്യേകാല ഷൈനിയെ ഈ സമയത്ത് ഓർക്കുന്നു. പ്രിയദാസിയും ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. പ്രിയ ദേവദാസനും കുടുംബവും എവിടെയായിരുന്നാലും ദൈവനാമ മഹിമയ്ക്കായി തീരട്ടെ എന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടെ ദൈവസന്നിധി
ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ യാത്രയെപ്പോഴുള്ള ബന്ധത്തിൽ ആശംസയായിട്ടൊരു വാക്യം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. കർത്താവിൻ്റെ ദാസന് നമ്മളിവിടെ ഫെയർവെൽ കൊടുക്കുന്നുവെങ്കിലും കർത്താവിൻ്റെ ദാസൻ കടന്നു പോകുന്നത് ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെയുള്ള ദൈവമക്കൾക്കും ദൈവം ജനത്തിനും മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് ഞാൻ നേരുകയാണ്. മാത്രമല്ല പലരും കർത്താവിൻ്റെ ദാസനെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ വളരെ ഒരു വേദ പണ്ഡിതനാണെന്ന്. എന്നാൽ ഞാൻ അവരോടൊക്കെ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അദ്ദേഹം ഒരു വേദ പണ്ഡിതനല്ല, അദ്ദേഹം ഒരു വേദ സ്നേഹിയാണ്. ആ ദൈവവചനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ ആ പാണ്ഡിത്യത്തിനേക്കാളും ഉപരിയായിട്ടുള്ള ദൈവികമായ വെളിപ്പാടുകൾ ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം, കർത്താവിൻ്റെ ദാസനെ നമ്മൾ ഭയപ്പെടുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, അത് കർത്താവിൻ്റെ ദാസൻ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുമ്പോഴാണ്. ബാക്കിയുള്ള എല്ലാ സമയവും നമ്മുടെ ഒരു സ്വന്തം സഹോദരനെ പോലെ, നമ്മുടെ മൂത്ത ജ്യേഷ്ഠനെ പോലെ കരുതുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെയും ദൈവം സഹായിച്ചു. ഈ പ്രകാരം ഉള്ള ഒരു ദേവദാസനെ കിട്ടിയത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ദൈവം എല്ലാവിധമായ നന്മകളാലും ദൈവം കുടുംബത്തെയും ആൻറ്റിയെയും കുഞ്ഞുങ്ങളെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. കർത്താവിന് സ്തോത്രം. 10 വർഷം ഒരു സഭയെ നയിക്കുക എന്ന് പറയുന്നത് ചെറിയ ടാസ്ക് അല്ല. 10 വർഷം ഒരു സഭയിൽ വിശ്വാസിയായിരിക്കാൻ കഴിയും. പക്ഷെ ഒരു സഭയെ നയിക്കുവാൻ കർത്താവ് നൽകിയ ആ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഈ സഭയുമായി വളരെ ചുരുക്കം നാളത്തെ പരിചയമേ ഉള്ളൂ. എന്നാൽ പ്രിയ ദീദാസൻ്റെ വചനവുമായി വളരെയധികം നാളുകൾ ഞാനിവിടെ കടന്നു വരുന്നതിന് മുമ്പേ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വചനത്തെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള എൻ്റെ സഭയിലെ പല പ്രിയപ്പെട്ടവരും എന്നോട് പറയാനിടയായി തീർന്നു. അവരും ദൈവദാസൻ്റെ വചനം റെഗുലറായി കേൾക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തോട് കോംപ്രമൈസ് ചെയ്യാത്ത, അല്ലെങ്കിൽ വചനത്തോട് കൂട്ടുചേർക്കാത്ത ചുരുക്കം ചില ദൈവദാസന്മാരിൽ ഒരാളായിട്ടാണ് ഞാൻ പ്രിയ ദൈവദാസനായി കണ്ടത്. എന്നാൽ ഇവിടെ കടന്നു വന്ന ചുരുക്കം കാലങ്ങളിലെ അദ്ദേഹവുമായി വ്യക്തിപരമായി ബന്ധപ്പെടുവാൻ കഴിഞ്ഞുള്ളൂ. ദൈവവചനം പ്രസംഗിക്കുക മാത്രമല്ല, അതിനനുസരിച്ച് തൻ്റെ ജീവിതവും ക്രമീകരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അനുഭവിക്കാനിടയായി തീർന്നു. ഇവിടെ കടന്നു പോയാലും ദൈവം തന്നെ ധാരാളമായി ഉപയോഗിക്കട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായുള്ള ആശംസ അറിയിക്കുന്നു. കുടുംബത്തെ ധാരാളമായി ദൈവം സഹായിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ദിവസങ്ങളിലിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ IPC ഫെയ്ത്ത് സെൻ്ററിൽ കടന്നു വന്ന് ദേവദാസിൻ്റെ ഈ ഫെയർവെല്ലിനുള്ള ബന്ധത്തിൽ എനിക്കും കടന്നു വരുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല. എന്നെ അറിയാവുന്ന വളരെ ചുരുക്കം പേർ മാത്രമേ ഉള്ളൂ ഈ ആലയത്തിനുള്ളിൽ. ഞാൻ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു മെമ്പറായിട്ട് കൂടി പോകുന്നു. ഞാൻ മൺഡേ ബൈബിൾ ക്ലാസ്സിനുള്ള അനുബന്ധത്തിലാണ് ഈ ചർച്ചുമായിട്ട് എനിക്ക് ബന്ധമുള്ളത്. നീണ്ട 7.5 വർഷക്കാലം ഞാൻ ഈ ബൈബിൾ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന ദൈവവചനം കേൾക്കുവാനും എൻ്റെ ജീവിതത്തിൽ വളരെയധികം ആത്മീയ കുറവുകളെ കണ്ടുണർന്നുകൊണ്ട് അത് മാറ്റപ്പെടുത്തുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ദേവദാസനിൽ കൂടെ കേൾക്കുന്ന വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ എപ്പോഴും അനുഗ്രഹമായി തീർന്നു. ഈ ചർച്ചിൽ ഞാൻ ആദ്യമായിട്ട് കടന്നു വരുന്നത് എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഈ ദോഹയിൽ വെച്ചുണ്ടാകുമ്പോൾ ഇവിടെയുള്ള രാജിചാൻ എൻ്റെ വീട്ടിൽ കടന്നു വരുവാനിടയായി തീർന്നു. സജി ബ്രദർ, IPCയിലുള്ള സജി ബ്രദർ, അവരൊക്കെ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ഭയങ്കരമായ ഒരു ആക്സിഡൻറ്റ് എനിക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു ആക്സിഡൻറ്റിലേക്ക് ഞാൻ കടന്നു പോകാനിടയായി തീർന്നു. എൻ്റെ നട്ടെല്ലും എൻ്റെ ഡിസ്കും രണ്ടും വളരെ മാരകമായി ഫ്രാക്ചർ ആവുവാനും ഒക്കെ ഇടയായി തീർന്നു. ദൈവം എന്നെ അതിൽ കൂടെ വിടിയിച്ചു. അതിനുശേഷം ഞാൻ ഈ ആലയത്തിൽ കടന്നു വന്ന് വചനങ്ങൾ കേൾക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ സഹായിച്ചു. ദേവദാസിനെയും കുടുംബത്തെയും ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവദാസനും കുടുംബവും ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവം അവരെ പരിപാലിക്കേണ്ടതിന്, വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടതിനും
വരുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ തൽക്ഷണത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ എല്ലാ ദൈവസഭകൾ പ്രാർത്ഥിക്കണം. ദേവദാസൻ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവം പരിപാലിക്കട്ടെ. വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ആ വേല ചെയ്യുവാൻ ദൈവം ദേവദാസനെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വളരെ കുറഞ്ഞ കാലയളവിൽ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ ഇരുന്നോളാം. ഞാൻ ഈ സഭയിൽ വരുന്നതിന് മുമ്പ് വിവിധ രാജ്യങ്ങളിൽ ഞാൻ ജോലികൾ ബന്ധപ്പെട്ടായിരുന്നു. വിവിധ സഭകളിൽ പോയി വിവിധ കർത്തൃദാസന്മാരിൽ നിന്ന് വചനം കേൾക്കാനൊക്കെ ഇടയായി. എന്നാൽ പ്രിയപ്പെട്ട അതിലൊക്കെയും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു പ്രിയ ജോൺ ബാസു നിന്നും കേട്ടിരുന്ന വചനങ്ങൾ. അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനിടയായി. പ്രത്യേകിച്ച് എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് അതൊരു അനുഗ്രഹമായി തീരാൻ ഇടയായി. പ്രത്യേകിച്ചും എനിക്ക് ഇവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയങ്ങളൊക്കെയും പ്രിയ കർത്തൃദാസൻ വന്ന് വരികയും പ്രാർത്ഥിക്കുകയും എന്നെ ആശ്വസിക്കുകയും ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കത് വലിയൊരു ആശ്വാസകരമായിരുന്നു. പ്രിയ കർത്തൃദാസൻ ഇതിന് പോകുന്നത് ഇപ്പം ലോകത്ത് പല ദുർവ്യാഖ്യാനങ്ങൾ തെറ്റായ രീതിയിലേക്ക് പല പ്രയോഗിക്കുന്ന സന്ദർഭങ്ങൾ. യഥാർത്ഥ ദൈവവചനം ലോകത്തെ എല്ലായിടത്തും മുങ്ങി കേൾക്കേണ്ടതെന്ന് പ്രിയ കർത്തൃദാസനെ ദൈവം ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവനാമത്തെ ഇരുന്നു തോന്നുന്നു. ദൈവനാമം മാറ്റപ്പെടുവാനാകട്ടെ. ഇന്ന് പാഷൻ്റെ യാത്രയെടുപ്പ് ബന്ധത്തിൽ എനിക്കും നേരിട്ട് നിൽക്കാൻ ദൈവം ഇടയായി കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേഴ്സണലായ എൻ്റെ ഫാമിലിയുള്ള ബന്ധത്തിലും അതുപോലെ തന്നെ മാർഗദീപത്തിലുള്ള ബന്ധത്തിലും പാഷനോടുള്ള ആശംസ അറിയിക്കാനാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ കടന്ന് വന്ന സമയം മുതൽ ദിവാസനോട് നിന്ന് അനുഗ്രഹപ്പെട്ട വചനം കേൾക്കാനൊക്കെ ഇടയായി. എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായ തീരുവാനിടയായി. അതുപോലെ തന്നെ മാർഗദീപത്തിലെ നല്ലൊരു സപ്പോർട്ടറായി പാസ്റ്റർ തുടരാനിടയായി. നിങ്ങൾക്ക് പലർക്കും അറിയാവും, ഞങ്ങളിവിടെ പാവപ്പെട്ട കുട്ടികളെ, നാട്ടിലെ പേരൻസ് നഷ്ടപ്പെട്ട കുട്ടികൾ പലരും ഉണ്ട്. ക്യാൻസർ വന്ന് അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളെയൊക്കെ ഞങ്ങൾ സഹായിക്കുന്ന ഒരു സംഘടനയാണ് മാർഗദീപം എന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യ പ്രവർത്തനം മുതൽ തന്നെ പാഷൻ്റെ നല്ലൊരു സപ്പോർട്ടറായി തുടരാനിടയായി. അനേക കുട്ടികളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തക്കനും ഇടയായിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തിലൊക്കെയും ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ചെറിയ സംഭാവനകൾ അവരെ വലിയൊരു അനുഗ്രഹമായി തീരാൻ ഇടയായിട്ടുണ്ട്. അതിലൊരു നല്ലൊരു ഭാവമായി തീരാൻ ഭാഷ ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഭാഷ ആദ്യമായിട്ട് ബോംബെയിൽ വെച്ചാണ് മീറ്റ് ചെയ്യാനിടയായത്. അന്ന് തനിക്ക് നല്ല യൗവനത്തിൽ PVPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് അന്ന് കാണാനിടയായത്. അന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ തിരക്കി ദിവാസൻ ഏതാണ്. അതിപ്പം എനിക്ക് അന്നേരം എൻ്റെ അടുത്ത് നിന്നൊരു സഹോദരന് പറഞ്ഞ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടൊരു ഭാഷയാണ്. അതായത് തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവാസനാണ് അന്ന് എനിക്ക് മനസ്സിലാകാനിടയായത്. അന്ന് ഞാൻ ഓർത്തില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ചർച്ചിലെ ഭാഷൻ്റെ ശുശ്രൂഷയിലായിരിക്കും എനിക്ക് അങ്ങനെ ഇടയായത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഒരു അനുഗ്രഹപ്പെട്ട ശുശ്രൂഷയിൽ ഞാനിവിടെ വന്നിട്ടും 7-8 വർഷം ആകുന്നേ ഉള്ളൂ. ഒരു ബൈബിൾ കിട്ടുന്നത്തോളം ബൈബിൾ സ്റ്റഡിക്ക് കടന്നു വരാനൊക്കെ എനിക്ക് ഇടയായിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാത്ര ഇടയായി. വലിയ അനുഗ്രഹപ്പെട്ട മെസ്സേജുകളൊക്കെയും കേട്ടത് എൻ്റെ ജീവിതത്തിലും അനുഗ്രഹമെന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. വീണ്ടും ദിവാസൻ ഇവിടെ ആയിരുന്നാലും അവിടുത്തെ ദൈവമക്കൾക്കും ദൈവത്തിനൊക്കെ അനുഗ്രഹമായി തീരട്ടെ ഞാൻ ആശംസിക്കുന്നു. തുടർന്ന് മാർഗത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസ അറിയിക്കുന്നു. എൻ്റെ പേഴ്സണായിട്ട് ഫാമിലിയുടെ ആശംസ അറിയിച്ചുകൊണ്ട് ദിവസം താണിരുന്നു. പറയാനുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. 1 മിനിറ്റ് മാത്രമേ എടുക്കാവൂ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ദൈവനാമം മഹത്വപ്പെടുക്കുമാർ. ഈ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ദേവദാസന്റെ കുടുംബത്തെക്കുറിച്ച് സ്തോത്രം ചെയ്യും. ദൈവം തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇനിയുണ്ട് 10 വർഷക്കാലം ദേവദാസന്റെ ദൈവവചന ക്ലാസ്സൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരുന്നു. ദേവദാസൻ നല്ലൊരു ദൈവവചന അധ്യാപകനോടൊപ്പം നല്ലൊരു
അബ്രാഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, നല്ല സ്നേഹിതനെന്ന്. അതുപോലെ തന്നെ ജോൺ തോമസ് പാസ്റ്റർ നമുക്ക് നമ്മുടെ സഭയ്ക്ക് നല്ലൊരു സ്നേഹിതനായിരുന്നു. മഞ്ജു അതുപോലെ തന്നെ അല്പകാലമേ അടിയങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുണ്ടെങ്കിലും നല്ലൊരു പ്രിയ സഹോദരിയായിരുന്നു. ഷൈനിയെ സമയത്ത് ഓർക്കുന്നു, നല്ല സ്നേഹിതയായിട്ട് തന്നെ നല്ലൊരു ആത്മബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ സഭ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയാണ്. തന്റെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും കർത്താവിലേറെ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാൻ, ദൈവവചനത്തിന്റെ ആഴമായ സത്യങ്ങൾ എവിടെ ചെന്നാലും ലജ്ജ കൂടാതെ, മടി കൂടാതെ, ഭയം കൂടാതെ അനേകർക്ക് വീണ്ടും പകർന്നു കൊടുക്കാനുള്ള ദൈവശക്തിയും കൃപയും എല്ലാം ദേവദാസനും കുടുംബത്തിന് ലഭിക്കേണ്ടത് സഭയായിട്ട് പ്രവർത്തിക്കുന്ന അടിയങ്ങളുടെയും കുടുംബമായിട്ടുള്ള എല്ലാ ആശംസകളും ദേവദാസനും കുടുംബത്തിനും അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളിലൊക്കെ എല്ലാത്തിനും ദേവദാസൻ, സ്നാനത്തിനാണേലും മാര്യേജ് എല്ലാം ദേവദാസന് കൂടി സ്വർഗത്തിലെ ദൈവം നടത്തിക്കൊടുത്ത എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലിരിക്കുന്നു. ഇനിയും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുന്നേൽക്കാം, ഇല്ലെങ്കിൽ മോനെ വായിക്കുന്നു. ആരെങ്കിലും ഓക്കെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 10 വർഷക്കാലം പ്രിയദാസൻ ജോൺ തോമസ് അവറുകളുടെ ആത്മീയ ശുശ്രൂഷ എളിയവനും അനുഭവിപ്പാൻ കർത്താവ് നൽകിയതായ ഈ സാവകാശങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവവചനത്തിന് മാറ്റമില്ലാത്ത അർത്ഥതലങ്ങളെ ഈ എളിയവനും സ്തോത്രമെൻ്റെ ബലഹീനതകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രിയ കർത്തൃദാസൻ്റെ വചനം ശുശ്രൂഷ എനിക്കും വളരെ ആത്മീയ വർധനവിന് കർത്താവ് സഹായിച്ചു. അദ്ദേഹത്തെ ദൈവം നടത്തിയതായ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഏതാണ്ട് ഞാൻ ഇവിടെ 2004 കടന്നു വരുന്നത്. അന്ന് മുതൽ ഏതാണ്ട് 2008 വരെയും കടന്നു വരുമ്പോൾ എല്ലാം ഗസ്റ്റ് പാസ്റ്റേഴ്സിൻ്റെ വചനങ്ങളാണ് ഞാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ കർത്താവ് ജോൺ തോമസ് അവറുകൾ കടന്നു വന്നതിന് ശേഷം വളരെ ആ വചനത്തിൻ്റെ ആഴങ്ങൾ എന്തെന്നുള്ളത് എനിക്ക് ഇവിടെ കടന്നു വന്നതിന് ശേഷം, അദ്ദേഹം കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ആഴങ്ങളെ കർത്താസിലൂടെ എനിക്ക് വളരെ ആത്മീയമായിട്ട് വളരെ മുന്നോട്ട് വർധനവ് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. ദൈവം അദ്ദേഹത്തെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും അദ്ദേഹം കടന്ന് പോകുന്നതായ ഇടങ്ങളിൽ ദൈവം അദ്ദേഹത്തെ കുടുംബമായി അനുഗ്രഹിക്കുകയും കർത്താവിൻ്റെ മേച്ചൽപ്പുറങ്ങളിൽ, കർത്താവിൻ്റെ വയലിലെ മേച്ചൽപ്പുറങ്ങളിൽ അനവധിയായി 60-100 മേനി ഫലം വിളയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സഭയിലിരിക്കും. ഇനി ആരുമില്ലെന്ന് എനിക്കും പാസ്റ്ററോട് ആശംസ പറയാൻ താല്പര്യമുണ്ട്. പാസ്റ്റർ വന്ന സമയം മുതൽ ഇവിടെ പ്രസംഗിക്കുന്ന വിഷയങ്ങൾ നിത്യത, നിത്യജീവൻ, നിത്യസ്നേഹം, ദൈവരാജ്യം, ദൈവസ്നേഹം, ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് താൻ ഓൾമോസ്റ്റ് ഇവിടെ പ്രസംഗിക്കുകയും കാര്യം എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ദൈവമായ കർത്താവ് ഇത്രത്തോളം ദൈവദാസനെ സഹായിച്ചു. തൻ്റെ പ്രയാസവേളയിൽ തനിക്ക് ദൈവം സഹായിച്ച അവിടുത്തെ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. താൻ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും വീണ്ടും ദൈവം നമ്മളെ തന്നെ അനുഗ്രഹിക്കട്ടെ. തനിക്ക് വേണ്ട എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊള്ളുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കും. തൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു പാട്ട് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നാലും അത് പാടാൻ എനിക്ക് കഴിയുന്നില്ല. കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. ആ പാട്ട് ഞാനൊന്ന് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് നിങ്ങളെല്ലാവരും പാടുന്ന ഒരു പഴയ പാട്ടാണ്.
നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. സ്തോത്രയാഗമർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാം യേശുവിനും നിർമ്മലനാം കർത്താവിനും നന്ദിയോടെ കീർത്തിച്ചിടും ഞാൻ. നിസ്തുലനാം യേശുവിനും നിർമ്മലനാം കർത്താവിനും നന്ദിയോടെ കീർത്തിച്ചിടും ഞാൻ. ഭംഗമില്ലാതോടിടുന്നു ഞാൻ എൻ്റെ പശുരാമം ഭാഗ്യനാടിനായി. ഭംഗമില്ലാതോടിടുന്നു ഞാൻ എൻ്റെ പശുരാമം ഭാഗ്യനാടിനായി. ഭംഗിയേറും പവനമാതി അംഗമാതായി ചേർന്നിടും പന്നിടുന്നിരുന്നേരല്ല ഇങ്ങിടുമേ നിത്യഭാരതാൽ. ഇങ്ങിടുമേ നിത്യഭാരതാൽ. സ്തോത്രയാഗമർപ്പിക്കുന്നു ഞാൻ, സ്തോത്രഗാനം പാടിടുന്നു ഞാൻ. നിസ്തുലനാം യേശുവിനും നിർമ്മലനാം കർത്താവേ നന്ദിയോടെ കീർത്തിച്ചിടും ഞാൻ. നിസ്തുലനാം യേശുവിനും നിർമ്മലനാം കർത്താവിനും നന്ദിയോടെ കീർത്തിച്ചിടും ഞാൻ. നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. നിത്യജീവൻ പകർന്നെന്നിൽ നിത്യസ്നേഹം തന്നുവല്ലോ. ദൈവമായ കർത്താവ് ദേവദാസനെ അനുഗ്രഹിക്കട്ടെ. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മളേവരെയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ജീവിപ്പാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു.
അടുത്തതായിട്ട് മൊമെൻറ്റോ പ്രസൻറ്റേഷനാണ്. അതിനായിട്ട് സെക്രട്ടറി ക്ഷണിച്ചു. ദൈവസഭയുടെ മെമൻറ്റോ ഈ അവസരത്തിൽ ദേവദാസനും കുടുംബത്തിനും നൽകുകയാവുന്നു. അതിൻ്റെ വേർഡിങ്സ് ഞാൻ ഈ അവസരത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നു. IPC Faith Center, Doha, Qatar, present this memento in honor of our beloved Pastor John Thomas and family on the occasion of their farewell on Friday, 12th April 2019. We honor you, your deep compassion, dedication and perseverance in serving our Lord and Savior Jesus Christ. Being our shepherd from April 2009 to April 2019, your tireless efforts for the enrichment of our spirituality through eternally glorious truth of the Bible are inimitable. Now, as the day dawns on the next chapter in your life, may God bless and keep you safe in His arms. We thank you for the ministry, guidance and care for a decade. How beautiful on the mountains are the feet of those who bring good news, who proclaim peace, who bring good tidings, who proclaim salvation, who say, Zion, your God reigns. Isaiah 52:7. പ്രിയമക്കളെ, കർത്തദാസൻ്റെ ആയുസിൻ്റെ നല്ല ഒരു ഭാഗം നമ്മളോടൊപ്പം ചെലവഴിപ്പാൻ തക്കനോടിയായി. 2009-2019 എന്ന് പറയുന്നത് കർത്താവൻദാസൻ നിയർ അബൌട്ട് 40 between 40-50 years ആ ടൈം ആയിരുന്നു. നല്ല സമയം കർത്താവൻദാസൻ നമ്മളോടൊപ്പം ചെലവഴിപ്പാനിടയായി. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും സന്തോഷകരമായിരുന്നു. നമ്മൾ ഈ മൊമെൻറ്റോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, ഈ മൊമെൻറ്റോ കാണുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ മുഖം ഇതിൽ വെളിപ്പെട്ട് വരുവാൻ തക്കണം, ഇതിൽ കാണുവാൻ തക്കണം. നമ്മളോട് കാണിച്ച നമ്മൾ നൽകിയ ആ സ്നേഹാദരവുകളും ആ സന്തോഷവും കർത്താവൻദാസനെ കണ്ട് അത് സ്മരിക്കുവാൻ ഈ മൊമെൻറ്റോ ഉതകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാവുന്നു. ഞാൻ ഈ അവസരത്തിൽ ദൈവസഭയുടെ അനുവാദത്തോടു കൂടി ഈ മൊമെൻറ്റോ കർത്താവൻദാസനും കുടുംബത്തിനും സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് ബേബി ജോണിനെ ക്ഷണിക്കുകയാണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. സമയം ഒരുപാട് മുന്നോട്ട് പോയെന്നറിയാമെങ്കിലും ഒരു വാക്ക് പറയാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 2009 നമ്മുടെ ദേവദാസന് ഈ സഭയ്ക്ക് വേണ്ടി സഭ തീരുമാനിച്ചപ്പോൾ നമ്മൾ സഭയായിട്ട് പ്രാർത്ഥിച്ച ഒരു വിഷയം, കടന്നു വരുന്ന ദൈവദാസൻ ഇവിടെ ഉള്ളവർക്കറിയാം, നമ്മുടെ ദൈവസഭയ്ക്കും ഈ ദേശത്തിനും അനുഗ്രഹമായി തീരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് നമ്മൾ കേട്ടതുപോലെ ഈ ദേശത്ത് മാത്രമല്ല, ദൈവസഭയിൽ മാത്രമല്ല, ലോകത്തുള്ള അനേക ദൈവമക്കൾക്ക് എന്താണ് സുവിശേഷം? യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതാണ് സുവിശേഷം. നമ്മുടെ ദൈവസഭ ദൈവദാസനിലൂടെ ലോകം മുഴുവൻ യേശു ദൈവവചനത്തിൽ വെളിപ്പെട്ടു വന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നമ്മളൊരു കാര്യം ചിന്തിക്കണം. IPC ഫെയ്ത്ത് സെന്റർ എന്ന ഈ കൊച്ചു സഭ നമ്മൾ അഭിമാനത്തോടെ നിൽക്കേണ്ട ഒരു കാര്യമാണത്. കാര്യം ഈ സഭ ഈ ലോകത്തിൻ്റെ ചെറിയൊരു രാജ്യമായ ഖത്തറിൽ, അതിലെ ചെറിയൊരു പട്ടണമായ ദോഹയിൽ, ഈ ദോഹയിലെ ഏറ്റവും ചെറിയൊരു ഒരു സഭയാണ് IPC ഫെയ്ത്ത് സെന്റർ. എന്നാൽ ലോകം മുഴുവൻ അറിയുന്ന, ഞാൻ 23-ാം തീയതി ഫെബ്രുവരിയിൽ, കഴിഞ്ഞ മാർച്ച് മാസം 23-ാം തീയതി നമ്മുടെ QMBCയുടെ ഫെയർവെല്ലിൽ ഞാൻ പങ്കെടുത്തപ്പോൾ
അവിടുന്ന് അനേക ദൈവമക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. വിദേശത്തുള്ള അനേക അവരുടെ റിലേറ്റീവ്സ് ദോഹ എന്ന് പറയുമ്പോൾ ജോൺ തോമസിനെയും ഈ സഭയെയും കുറിച്ചാണ് അഭിമാനം കൊള്ളുന്നത്. നമ്മൾ അന്നത്തെ നമ്മുടെ ചെറിയ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം ഇത്രത്തോളം നടത്തി. ചെറിയ കാര്യമല്ല ദൈവമക്കളെ, നമുക്ക് അഭിമാനിക്കാൻ ഉണ്ട്. ദൈവസന്നിധിയിൽ ദൈവം നമ്മെ നടത്തിയ എല്ലാ വഴികൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മറ്റുള്ള ഇതര സഭകളിൽ നിന്ന് ഞാൻ 1-2 പേര്, നമ്മുടെ സമൂഹം ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഒത്തിരി ദൈവവചനമൊന്നും കേൾക്കണ്ടെന്നേ, ഒത്തിരി കേട്ട് കഴിഞ്ഞാൽ ഒത്തിരി നമ്മൾ അനുസരിക്കേണ്ടി വരും. അനുസരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ശിക്ഷയ്ക്ക് കാരണമായി തീരും. ഞാൻ ആ വ്യക്തിയോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അപ്പം നിങ്ങൾ ഈ ശിക്ഷയ്ക്ക് കാരണമായി തീരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അറിയുന്നൊരു ദൈവത്തിന്റെ മുന്നിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. ഇന്ന് പകൽക്കാലം നമ്മൾ അതിനുവേണ്ടി തന്നെ നിലകൊള്ളണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്കതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസനെ അതിശക്തമായി 10 വർഷം ഇവിടെ കർത്താവ് ഉപയോഗിച്ചു. അതിന് നമുക്ക് കർത്താവിന് നന്ദി പറയാം. തുടർന്നുള്ള നാളുകളിൽ നമ്മളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്ത് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. സകല നന്മകളെ കൊണ്ടും നിങ്ങളുടെ ദാസനെ കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദേവദാസനെ എൻ്റെ വ്യക്തിപരമായ നാമത്തിൽ എൻ്റെ വലിയ സ്നേഹവും ആദരവും ഞാൻ അർപ്പിക്കുകയാണ്. ദൈവം നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ 2009 വരുന്നു എന്ന് നമ്മുടെ സാജു ജോൺ മാത്യു അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങളെ 2 പുസ്തകം അദ്ദേഹം പഠിപ്പിക്കും. 1 തിരുവചന സത്യങ്ങൾ, 2 സിയോൻ ഗീതാവലി. ഇത് 2ഉം നമ്മളെ പഠിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദാസനെ ഈ 10 വർഷ ശുശ്രൂഷ മൂലം കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ കൃപയാണ്, നമ്മളോട് കരുണയാണ്, നമ്മളോട് ദയയാണ്. 2009 അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമ്മുടെ സഭയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് പലർക്കും അറിയാം, ഇവിടെ ഉള്ളവർക്കറിയാം. ദൈവം നടത്തിയ വഴികളെ ഓർക്കുന്നു. ദൈവത്തിൻ്റെ വലിയ മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വലിയ ആ സമയത്ത് ഒരു വിസയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന എൽഡേഴ്സിൻ്റെ കമ്മിറ്റി തീരുമാനിച്ച പ്രകാരം നമ്മുടെ IDCCയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നു, ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ ആവശ്യം കണ്ട് ഞാനൊക്കെ ഒത്തിരി എങ്ങനെ നടക്കുമെന്ന് ചിന്തിച്ചെന്നാൽ സകലത്തിനും മതിയായവനായ കർത്താവ്, സകലതും നടത്തിയ കർത്താവ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തിന് മുന്നിൽ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമിക്കാം. ദൈവം അതിനുവേണ്ടി നമ്മളെ സഹായിക്കട്ടെ. തൃക്കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം. വീണ്ടും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അതിനുവേണ്ടി നമ്മളെ ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് പിന്നെയും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. സ്നേഹത്തിൽ, സന്തോഷത്തിൽ, സമാധാനത്തിൽ, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കത്തിൽ നമ്മൾ മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇപ്പോൾ ദൈവസഭ എന്നെ ഏൽപ്പിച്ച ചെറിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് പ്രസന്റ് ചെയ്യുവാൻ കർത്താവിൽ ശരണപ്പെടുന്നതിനായിട്ട് കർത്താവ് ക്ഷണിച്ചോളൂ. അടുത്തായിട്ട് നമുക്ക് ഗിഫ്റ്റ് ചിൽഡ്രനാണ്. അതിനായിട്ട് ഹന്നയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് ഒരു വാക്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിന്മേലെല്ലാം അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുമാറാകണമേ. അവരുടെ പഠന കാര്യങ്ങളിലും അവരുടെ ഭാവി ജീവിതത്തിലും എല്ലാം അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവരെ അവിടെ നിന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് ആവശ്യങ്ങളെല്ലാം കൂടെ നിന്ന് സഹായിക്കണേ. നല്ല കർത്താവെ, കുഞ്ഞുങ്ങളായി വളർന്നു വരുവാനും അവരെവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് നിൽപ്പാൻ ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി അവിടെ നിന്ന് അറിയുന്നതിനായി സ്തോത്രം. ഏറ്റവും അനുഗ്രഹിക്കട്ടെ ഭാവിയെ ആ കുഞ്ഞുങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ, മാതാവിനും പിതാവിനും അവരുടെ അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയായിട്ട് കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിനെ ആമേൻ.
അടുത്ത് നമ്മളോട് പാസ്റ്റർക്ക് എന്തോ പറയാനുള്ളത്? റിപ്ലൈ സ്പീക്ക്. അതിന് മുമ്പായിട്ട് മഞ്ജു സിസ്റ്ററെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ലോർഡ്. വേദിയിലായിരിക്കുന്ന അധ്യക്ഷൻ സൈമൺ അച്ചായൻ, സെക്രട്ടറി ജിച്ചായൻ, എൻ്റെ പ്രിയ ദൈവമക്കളെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞങ്ങൾക്കിവിടെ വരുവാനും എൻ്റെ പ്രിയ ദൈവമക്കളാണ് നിങ്ങളെ എല്ലാവരെയും കാണുവാനും പരിചയപ്പെടുവാനും സഹകരിക്കാനും കൂട്ടായ്മ ആചരിക്കുവാനും നിങ്ങളെല്ലാവരും സ്നേഹിക്കുവാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമക്കളാണ് നിങ്ങളെല്ലാവരും ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും കരുതലിനും എല്ലാ സഹകരണത്തിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ സഹോദരിമാരായ എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ഞാൻ ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നു. പെട്ടെന്ന് പാസ്റ്ററുടെ വൈഫായപ്പോൾ എനിക്ക് സഭയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ കുറവുകളൊന്നും പരിഗണിക്കാതെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്നെ കൈക്കൊണ്ടതിനും എന്നോട് സഹകരിച്ചതിനും എന്നെ സ്നേഹിച്ചതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ സഭയെ ദൈവം എല്ലാവിധ ആധ്യാത്മിക അനുഗ്രഹങ്ങളാലും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി അറിയിക്കുന്നു. അതിലുപരിയായിട്ട് നിങ്ങളുടെ സ്നേഹവും ആദരങ്ങളും നിങ്ങളുടെ കരുതലുകളും കഴിഞ്ഞ 10 വർഷങ്ങൾ അനുഭവിപ്പാൻ ദൈവം ഇടയാക്കി. ഞാനിവിടെ വരുന്നത് 2009 ഏപ്രിൽ മാസം 29-ാം തീയതിയാണ്. ഇവിടേക്ക് വരുവാൻ ഉണ്ടായ സാഹചര്യങ്ങളെ അന്നുള്ളവർക്ക് നന്നായിട്ടറിയാം. പല പ്രാവശ്യം ഇവിടെ നിന്ന് ബന്ധപ്പെട്ടവരെന്നെ വിളിച്ചപ്പോൾ പ്രാരംഭ സമയങ്ങളിൽ അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലില്ലാതിരുന്നതുകൊണ്ട് നോ എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മാറി വരികയും ആ നിലയിലുള്ള ഒരു ഗൈഡൻസ് ലഭിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ദേശത്ത് വന്നത്. ഞാൻ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നയാളാണ്. ഞാനിവിടേക്ക് വന്നത് ദൈവം എന്നെ അയച്ചതുകൊണ്ടാണെന്നും ഇവിടെ നിന്ന് പോകുന്നതും ദൈവം അയക്കുന്നതിനാലാണെന്നും എനിക്ക് നന്നായി അറിവുണ്ട്. പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളെയൊക്കെ കാണാൻ, പരിചയപ്പെടുവാൻ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കൂട്ടായ്മ ഇതൊക്കെ അനുഭവിപ്പാൻ ദൈവമിടയാക്കി. അതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. നിശ്ചയമായിട്ടും ഈ സഭയുമായിട്ട് എനിക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ഞാൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ ഈ സഭ എൻ്റെ ഒപ്പം നിന്നു, എന്നെ കൈക്കൊണ്ടു. എന്നെ ഒരു സഹോദരനെ പോലെ, നിങ്ങളുടെ ഭവനത്തിലെ ഒരു അംഗത്തെ പോലെ കൈക്കൊണ്ടു. ഭക്ഷണം തന്നു, എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നു. അങ്ങനെയുള്ള അത്രയും ഒരു സ്നേഹ കൂട്ടായ്മ നിങ്ങളെന്നോട് കാണിച്ചു. അതിന് ഞാൻ വളരെ വളരെ ഹൃദയംഗമായിട്ടും നന്ദിയുള്ളവനാണ്. തീർച്ചയായിട്ടും നിങ്ങളെ മാനുഷികമാകുന്ന നിലയിൽ വിട്ടുപിരിയുന്നതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. അത് പറയുന്നതിൽ എനിക്ക് മടിയില്ല. എന്നാൽ ദയവ് ചെയ്ത് ആ ദുഃഖം, ആ പ്രയാസം ഒരു ഗൾഫ് രാജ്യത്ത് നിന്ന് കടന്നു പോകുന്നതിലുള്ള ദുഃഖമല്ല. അങ്ങനെ ഭൂരിഭാഗം പേരും എന്നെക്കുറിച്ച് കരുതുകയില്ല എന്ന് ഞാൻ ആശിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം
എൻ്റെ ഒരു പ്രാർത്ഥന, ഗോഡ് സെൻഡ് മീ എനിവെയർ, ഓൺലി ഗോ വിത്ത് മീ. ദൈവം എങ്ങോട്ട് അയക്കുന്നോ അങ്ങോട്ട് പോകാൻ ഞാൻ തയ്യാറാണ്. ഒരു സ്ഥലത്തേക്ക് പോകണമെന്നോ ഇന്ന സ്ഥലത്തായിരിക്കണമെന്നോ ഇന്നുവരെ ഞാൻ ദൈവസന്നിധാനത്തിൽ ഈ വാക്കുകൾ പറയുന്നു. എനിക്കൊരു പ്രത്യേകമാകുന്ന താല്പര്യങ്ങൾ യാതൊരു സ്ഥലത്തെക്കുറിച്ചുമില്ല. ദൈവത്തിൻ്റെ കരുണയിൽ ഇന്നയോളം ഇത്രയും വർഷങ്ങൾ ഇവിടെ ആയിരിക്കാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി, അങ്ങനെ ആയിരിക്കാൻ ഇടയായി. നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി, നല്ല വാക്കുകൾക്ക് നന്ദി, എല്ലാറ്റിനും നന്ദി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. കർത്താവ് വരുന്നു, വരവിന് താമസമുണ്ടായെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അല്ല എങ്കിൽ അതിനവസരങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ കാണാം, അല്ല എങ്കിൽ നിത്യതയിൽ കാണാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അടുത്ത വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനായി ബിജു കെ മാത്യുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന ചെയർമാൻ, പാസ്റ്റർ ആൻഡ് ഫാമിലി, ശേഷം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ഇവിടെ കൂടി വന്നിരിക്കുന്നവർക്ക് ഒരു വാക്കിൽ നന്ദി പറയുക എന്നതാണ്. ആദ്യമായി ഈ മീറ്റിംഗ് ഇത്രത്തോളം ഭംഗിയായി നടത്തുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും കരയറ്റുന്നു. അടുത്തതായി നമ്മുടെ റിക്വസ്റ്റ് സ്വീകരിച്ച് അധ്യക്ഷനായിരുന്ന് ഈ മീറ്റിംഗ് ഇത്രത്തോളം നിയന്ത്രിച്ച് വളരെ അനുഗ്രഹമാക്കി തീർത്ത ബ്രദർ സൈമൺ മാത്യുവിനോടും സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും നന്ദിയെ അറിയിക്കുന്നു. അടുത്തതായി കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സഭയെ സ്നേഹിച്ച്, നമ്മളെ സ്നേഹിച്ച്, ഇത്രത്തോളം നമ്മുടെ സഭയ്ക്ക് കൈത്താങ്ങലും തന്ന് നല്ല രീതിയിൽ നമ്മളെ വചനം പഠിപ്പിച്ച, നമ്മളെ സ്നേഹിച്ച ദൈവദാസൻ നമ്മളിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് കടന്നു പോകുന്നു. എങ്കിലും കഴിഞ്ഞ 10 വർഷക്കാലം നമുക്ക് നൽകിയ എല്ലാ കരുതലും നമ്മുടെ സഭയ്ക്ക് എന്നും ഒരു കരുതലും അനുഗ്രഹമാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദൈവദാസനോടും കുടുംബത്തിനോടുമുള്ള നന്ദി സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ ദൈവദാസനെ സ്നേഹിച്ച് ഇതര സഭകളിൽ നിന്ന് കടന്നു വന്ന അനേകരുണ്ട്. അവർക്കും സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദിയെ അറിയിക്കുന്നു. ഇന്നത്തെ മീറ്റിങ്ങിൽ ഓരോ പ്രോഗ്രാമുകളേറ്റ് അതതിൻ്റെതായ രീതിയിൽ അനുഗ്രഹപ്രദമാക്കി തീർത്ത ഓരോരുത്തരോടും, ഓരോരുത്തരുടെ പേരിലും സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദിയെ അറിയിക്കുന്നു. അടുത്തതായി ഇന്നത്തെ മീറ്റിങ്ങിൽ ആദ്യം മുതൽ അവസാനം വരെയും സഭാംഗങ്ങളായും എല്ലാം കടന്നു വന്ന് അവസാനം വരെയും ഇരുന്ന് ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹപ്രദമാക്കിയ സഭാംഗങ്ങൾ ഓരോരുത്തരോടും സഭയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദിയെ അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ സദയം ക്ഷമിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാം. അതിനായിട്ട് ജീവിതം ക്ഷണിച്ചോളൂ. നമുക്കെല്ലാവർക്കും കർത്തദാസൻ്റെ കുടുംബത്തോടുള്ള ബഹുമാനം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ അതാത് സ്ഥാനത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കുന്ന മുമ്പായി നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് മണക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മളോടൊപ്പമായിരുന്ന് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ പരിപാലിക്കുകയും
നല്ല ഇടയനായി നമ്മുടെ കൂടെ ഇരുന്ന കത്തദാസൻ വരും ദിവസങ്ങൾ നമ്മളെ വിട്ട് കടന്നു പോവുകയാവുന്നല്ലോ. കടന്നു പോകുന്ന സ്ഥാനത്തൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കത്തദാസനിൽ കൂടി നമുക്ക് നിർമ്മിച്ച എല്ലാ ആത്മീയ അനുഗ്രഹങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മളെ കത്തദാസനിൽ കൂടി നമ്മളെ പഠിച്ച നല്ല വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. 30-60 മേനിയായി വിളയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ മറന്നു കളയുവാൻ ഇടയാകാതെ നിത്യതയോളം നമ്മളെ നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കത്തദാസനെയും കുടുംബത്തെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൽ വചനത്തിൻ്റെ പാണ്ഡിത്യം, ഹല്ലേലൂയ സ്തോത്രം വെളിപ്പാട് തൻ്റെ ജീവിതത്തിൽ നൽകി ഈ നമുക്ക് മാത്രമല്ല ഈ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് അതൊരു അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സത്യവചനം പഠിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം ദൈവം സഹായിച്ച ദൈവത്തിന് വിശ്വസ്തയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ സ്തോത്രം ദേശത്ത് കടന്നു പോകുന്ന നിമിഷം മുതൽ ഹല്ലേലൂയ സ്തോത്ര സഭഭവനത്തിൽ എത്തിച്ചേരുവോളം ഹാലി വഴിയാത്രയിലൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ ദൈവസാരദാസിനെ കാണുവാൻ കുടുംബത്തെ കാണുവാൻ നമുക്ക് അവകാശം ലഭിക്കുന്നുവെങ്കിൽ ഹാലിയ സന്തോഷത്തോടും ബലത്തോടും കണ്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുവാൻ ഹാലി ദൈവം കൃപ തന്നെയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കൊരു പാട്ട് പാടി നമുക്ക് വീണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവ് നല്ല ദൈവമേ, നല്ല പൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വീണ്ടും അടിയങ്ങൾ പൊന്നുതിരുമേനിയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാകുന്നു.
ഹാലലുയ ആസ്വാദനം കർത്തദാസിൻ്റെ യാത്രയുടെ ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇപ്രകാരം മീറ്റിംഗ് ക്രമീകരിപ്പാൻ അതൊക്കെ ഈ അനുഗ്രഹമാക്കി തീർത്തതിനോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹാലലി കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളുടെ മധ്യത്തിലേക്ക് അങ്ങയുടെ ദാസനെ അയച്ചു. ഹാലലുയ ഞങ്ങളുടെ ആത്മീയ അനുഗ്രഹങ്ങൾക്കും പിതാവേ ഉദ്ധാരണത്തിനും കർത്തദാസിന്റെ ദുഷ്ടൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് മുഖാന്തരമായി തീരുന്നതായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങേ അടുത്തറിയുവാൻ, അങ്ങേ സ്നേഹിപ്പാൻ, കർത്തദാസിന്റെ ശുശ്രൂഷകളെ മുഖാന്തരമാക്കി തീർത്തനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലി ഞങ്ങളുടെ ഹിതപ്രകാരം, അങ്ങയുടെ ആലോചന പ്രകാരം ഹാലിലെ ഞങ്ങളെ വിട്ട് കർത്തദാസൻ ഈ ദേശം വിട്ട് ഹാലിലെ കടന്നു പോകുമ്പോൾ പൊന്നുപിതാവേ അങ്ങയുടെ സാന്നിധ്യം പ്രതിദാസന് മുമ്പായി കടന്നു പോകേണ്ട എന്ന് പാൽക്കാലം ഞങ്ങളോട് അപേക്ഷിക്കുകയാവുന്നു. ഹാലലി ആസ്വാദനം പിതാവെ കടന്നു പോകുന്ന സ്ഥാനത്തൊക്കെയും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനും പൂഴ്ചയ്ക്കുമായി നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും തന്നെയും തന്റെ കുടുംബത്തെയും അങ്ങ് സഹായിക്കാനായി ഞങ്ങളുടെ പ്രാർത്ഥിക്കുകയാവുന്നു. ഹാലലി ആസ്വാദനം ഭൂമിയിൽ കടന്നു വന്ന നിമിഷം മുതൽ ഹാലി സ്വപ്നം എത്തിച്ചേരുവോളം അങ്ങോട്ട് ഭദ്രമായി അങ്ങ് സൂക്ഷിക്കാനായി ഞങ്ങളുടെ പ്രാർത്ഥിക്കുകയാവുന്നു. ഹാലലി ആസ്വാദനം പിതാവെ ഏറ്റവും ശുഭ്രമായ യാത്രദാസന്റെ ജീവിതത്തിൽ നൽകുമാറാകണം. ഹാലലി ആസ്വാദനം പിതാവെ ഹാലലി ഞങ്ങളുടെ ദാസനെ കുടുംബത്തെയും വീണ്ടും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാവുന്നു. ഹാലലി ഞങ്ങളുടെ ദാസന് നൽകിയ എല്ലാ നല്ല ആരോഗ്യക്കായിട്ടും ഹാലലി ആസ്വാദനം പിതാവെ ആത്മീയ ദൂതുകൾക്കായിട്ടും ഈ രാത്രി പൽക്കാലം ഞങ്ങൾ വീണ്ടും അങ്ങേ സ്തുതിക്കുകയാവുന്നു, മഹത്വപ്പെടുത്തുകയാവുന്നു. ആ ദൈവമായ സ്നേഹത്തിൽ ആ ബന്ധത്തിൽ തുടർന്ന് നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസൻ നിങ്ങൾ കേട്ടതായി ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി തീരുവാനിടയാകാതെ ഹാലലി ആസ്വാദന നിത്യജീവൻ അത് മുഖാന്തരമായി തീരുന്നായിട്ട് ഹാലിനിത്യയിൽ ഞങ്ങൾ ഒരുമിച്ച് കാണുവാൻ അത് മുഖാന്തരമായി തീരുന്നായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ വീണ്ടും ശക്തീകരിക്കുമാറാകണം, ബലത്തോടെ കാക്കുമാറാകണം. കടന്നു വന്ന സ്ഥാനത്തൊക്കെയും പിതാവെ ശക്തമായി ഹാലി മാറ്റമില്ലാത്ത സത്യവചനം ഘോഷിപ്പാൻ അങ്ങയുടെ ദാസനെ വീണ്ടും ശക്തീകരിക്കാനായി ഞങ്ങളുടെ അങ്ങോട്ട് അപേക്ഷിക്കുകയാവുന്നു. പിതാവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അല്പസമയമായിരുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്തനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലി ആ സ്തോത്രത്തിലോളം ഞങ്ങളെ ഹാലലിയെ പരിപാലിച്ച, ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോർത്ത് സ്തോത്രം. സകല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു, കൃപകൾക്ക് മാറാകണമേ സ്വർഗീയ പിതാവേ. സർവ്വധ്യേയം കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ ദിവ്യ സമാധാനവും സന്തോഷവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും പ്രിയ ദേവദാസനോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും നാം ഏവരോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം.